അപ്പോൾ അടുത്ത ദിവസം രാവിലെ ആയി. ഞാൻ നമ്മുടെ എന്നെ ഇവിടെ കൊണ്ടുവന്ന ഞാൻ മലയാളി എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അദ്ദേഹത്തിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. പിന്നെ കൂടുതലായിട്ട് ഞാൻ ഇത്രയും പറഞ്ഞതിന് ഉപരിയായിട്ട് ഇതിനെക്കുറിച്ച് യഥാർത്ഥ എന്തെങ്കിലും തെറ്റ് പറഞ്ഞാണ് ഞാൻ പ്രോബബ്ലി. അപ്പോൾ ഇതിനെക്കുറിച്ച് യഥാർത്ഥം എന്താണ്, ഇതിനെക്കുറിച്ച് അദ്ദേഹം തന്നെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്ത് തരുന്നതാണ്. ആദ്യം അദ്ദേഹത്തിനെ പരിചയപ്പെടാം. നിങ്ങളെക്കുറിച്ച് ആദ്യം പരിചയപ്പെടുത്തിക്കോളാം. എൻ്റെ പേര് ഷംസുദ്ദീൻ. ഞാൻ ജനിച്ചത് കേരളത്തിലാണ്. കേരളത്തിൽ തന്നെ ഏകദേശം ഒരു 10-15 വയസ്സ് വരെ കേരളത്തിലുണ്ടായിരുന്നു. അതിനുശേഷം നോർത്ത് ഇന്ത്യയിൽ പഞ്ചാബിലൊക്കെ ആയിരുന്നു. അഹമ്മദിയ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ആസ്ഥാനം, തുടക്ക സ്ഥലം, അതുപോലെ സെൻറ്റർ, ഇന്ത്യയിലുള്ള സെൻറ്റർ അത് കാദിയാൻ എന്ന സ്ഥലത്താണ് പഞ്ചാബിൽ. അവിടെയാണ് പിന്നീട് പഠിച്ചതും ഉപരിപഠനം പഠിച്ചതൊക്കെ. പിന്നെ കുറച്ച് 4-5 വർഷം അവിടെ തന്നെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു കമ്മ്യൂണിറ്റിയുടെ അണ്ടറിൽ തന്നെ. അതിനുശേഷം ഏകദേശം 2004 മുതൽ തുടക്കത്തിൽ 20 വർഷത്തിലധികമായിട്ട് ഞാൻ ഇവിടെയാണുള്ളത്. ഇവിടെ അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ സെന്റർ ഉള്ളത് ഹൈഫയിലാണ്. ഇവിടെ ഈ കമ്മ്യൂണിറ്റി 1928 മുതലുണ്ട്. കമ്മ്യൂണിറ്റി തുടങ്ങിയത് 1889 പഞ്ചാബിലെ കാദിയാനിലാണ്. അതിന് അവിടുന്ന് വന്ന ആ സന്ദേശം ഇവിടെ എത്തി. ഇത് 1928 അന്ന് മുതൽ ഇവിടെ നമ്മൾ കമ്മ്യൂണിറ്റി ഉണ്ട്. ഇവിടെയുള്ള അന്നെല്ലാവരും മുസ്ലിങ്ങളായിരുന്നു. ഈ മൊത്തം ഏരിയയിൽ എല്ലാവരും. ഇസ്രായേലിന് കുറെ മുമ്പാണത്. മുസ്ലിംസും ക്രിസ്ത്യൻസും ഉണ്ടായിരുന്നു. ജൂയിഷ് ചില ഫാമിലീസ് ഒക്കെ ഉണ്ടാവും ഉണ്ടായിട്ട്. അവരൊന്നും പ്രശ്നമൊന്നുമില്ലാതെ ജീവിച്ചു വരുന്ന കാലമായിരുന്നു. അപ്പൊ ഇവിടെ താമസിച്ചിരുന്ന അവര് അധിക പേരും ഏകദേശം ഒരൊറ്റ കുടുംബമായിരുന്നു മൊത്തം. അവരെല്ലാം ഈ കമ്മ്യൂണിറ്റി സ്വീകരിച്ചു. 1930 കൂടി എല്ലാവരും ഈ കമ്മ്യൂണിറ്റി സ്വീകരിച്ചു. ഉടൻ തന്നെ ഇവിടെ ഒരു മോസ്ക്, പള്ളി ഉണ്ടാക്കി. പിന്നെ അതിനുശേഷം ഇതിനടുത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ടവർ താമസിക്കാൻ തുടങ്ങി. കുറച്ച് വേറെ ഫാമിലി ഇവിടെ വന്ന് താമസിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 1948 എത്തിയപ്പോൾ വിഭജനം ഉണ്ടായി ഇവിടെ. പിന്നെ ഇവിടുന്നുള്ള അറബികളെല്ലാം ഹൈഫയിൽ മറ്റുള്ള ഇസ്രായേലിൽ മൊത്തം ഒരുപാട് മുസ്ലിങ്ങളൊക്കെ ഇവിടെ നിന്ന് വിട്ട് വേറെ സ്ഥലത്തേക്ക് പലായനം ചെയ്തു. അപ്പോൾ അതില് ഈ ഭാഗത്തുള്ള ഇതര മുസ്ലിംസ് ഭൂരിപക്ഷം പോയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ കർമൽ മലയുടെ മുകളിൽ ജീവിക്കുന്നവരിൽ ഇവിടെയുള്ള അഹമ്മദികൾ മാത്രമേ ഇവിടെ എങ്ങോട്ട് പോവാതെ അവർ പിടിച്ചു തന്നിട്ടുള്ളൂ. അവർ എന്ത് തന്നെ സംഭവിച്ചാലും നമ്മുടെ സ്ഥലമാണ്, നമ്മുടെ സെൻറ്ററൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടുത്തെ നിൽക്കുക, അവർ പ്രാർത്ഥിച്ചുകൊണ്ടും ദ്വാ ചെയ്തുകൊണ്ടൊക്കെ ഇവിടുത്തെ നിന്നു. പിന്നെ അവർ ഒരിക്കലും തന്നെ അവർ ആയുധം ഉപയോഗിക്കുന്നവരോ അങ്ങനെയുള്ളവരായിരുന്നില്ല. സമാധാനപ്രിയരായിട്ട് തന്നെയാണ് മുമ്പ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ അവസ്ഥ തുടർന്നു. അപ്പോൾ ദൈവാനുഗ്രഹത്താൽ അവർക്കൊന്നും സംഭവിച്ചില്ല. അവരുടെ സ്ഥലം അതുപോലെ തന്നെ ഉണ്ടായി. ഞങ്ങൾക്ക് ഖലീഫ ഉണ്ട്, അന്നും ഉണ്ട് ഇപ്പോഴും ഉണ്ട്. ഖലീഫ എന്ന് പറഞ്ഞാൽ ആഗോള ആത്മീയ നേതാവ് ഉണ്ടാവും. അപ്പൊ അദ്ദേഹത്തിന്റെ ആ സമയത്ത് ഉണ്ടായിരുന്ന രണ്ടാമത്തെ ഖലീഫത്തുൽ മസീഹ് രണ്ടാമൻ, അദ്ദേഹം കാദിയാനിൽ തന്നെ ഇവിടേക്ക് സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ സ്ഥലം വിട്ടുകൊടുക്കരുത്, അവിടുത്തെ നിൽക്കുക, സമാധാനത്തോടു കൂടി നിങ്ങളുടെ സ്ഥലത്തെ നിങ്ങൾ തുടരുക എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്. അപ്പൊ അങ്ങനെ അവർ ചെയ്തു. അപ്പൊ അങ്ങനെ ഇവിടെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഈ സ്ഥലത്തുള്ളവർ ഇത് വിട്ടു പോയിട്ടില്ല. പിന്നുള്ളവരൊക്കെ പിന്നെ വന്നവരാണ് ബാക്കിയുള്ളവരൊക്കെ. പിന്നെ ജൂയിഷ് പല രാജ്യങ്ങളിൽ നിന്നൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വന്നു, അവരിവിടെ കുടിയേറി. പക്ഷെ നമ്മുടെ ഇസ്ലാമിന്റെ പാഠങ്ങളനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നു. അന്ന് മുതൽ ഇവിടെ പള്ളിയുണ്ട്. അന്ന് മുതൽ ആ പള്ളിയിൽ 5 നേരം നിസ്കാരമുണ്ട്. 4 സമയം നമ്മൾ ലൗഡ് സ്പീക്കർ വെച്ച് ബാങ്ക് കൊടുക്കാറുണ്ട്. സുബഹി നിസ്കാരം രാവിലെ നേരത്തെ ആയിരിക്കും. അപ്പൊ നമ്മൾ പള്ളിക്കകത്ത് മാത്രമേ ബാങ്കിന്റെ ശബ്ദം വെക്കാറുള്ളൂ. എല്ലാവർക്കും അറിയുന്നതാണ്. അതനുസരിച്ച് ആളുകൾ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ മറ്റുള്ളവർക്ക് പ്രയാസമില്ല. നമ്മുടേതായിട്ടുള്ള റിലീജിയൻ പ്രാക്ടീസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മറ്റുള്ളവർ വന്നു പോകും, ഇപ്പോഴും അവർ വന്നുകൊണ്ടിരിക്കാറുണ്ട്. നമ്മൾ കാണും. നമ്മൾ നമ്മുടെ പാടനുസരിച്ച് ജീവിച്ചു പോകും, പരസ്പരം സന്തോഷത്തോടു കൂടി തന്നെ. ഒരു കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ ഈ കമ്മ്യൂണിറ്റി ഇന്നും നിലവിലുണ്ട് ഇതേ സ്ഥലത്ത് തന്നെ. പിന്നെ അഹമ്മദിയെ കുറിച്ച് എന്താണ്? അഹമ്മദിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇസ്ലാം അഹമ്മദിയ മുസ്ലിം കമ്മ്യൂണിറ്റി പറഞ്ഞത് പുതിയൊരു മതമോ പുതിയൊരു അനിസ്ലാമിക സംഘടനയാണ്. ഇസ്ലാമിൽ ഉള്ള ഒരു സംഘടന എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ഒരു വ്യക്തി ഉണ്ടാക്കി ആ വ്യക്തിയുടെ പേരിൽ അല്ലെങ്കിൽ ഏതെങ്കിലും കുറച്ച് ആളുകൾ കൂടിച്ചേർന്ന് ഉണ്ടാക്കിയ ഒരു സംഘടനയുമല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇസ്ലാമിന് മുമ്പ് തന്നെ മതാചാര്യന്മാർ പ്രവചിച്ച ഒരു കാലമുണ്ട്, വരാനിരിക്കുന്ന ഒരു കാലം. ആ കാലത്ത് ദൈവത്താൽ അയക്കപ്പെട്ട ഒരു വ്യക്തി വരും. ആ വ്യക്തി മുസ്ലിങ്ങൾക്കും ഒരു മാർഗദർശിയായിരിക്കും, മുസ്ലിങ്ങൾ അല്ലാത്തവർക്കും മാർഗദർശിയായിരിക്കും. അത് എല്ലാ മതത്തിലും പറഞ്ഞിട്ടുണ്ട്.
അതുപോലെ അതിൽ പിന്നെ മസീഹ് വരും, മഷീഹ വരും, മഹദി വരും, അതുപോലെ കൃഷ്ണൻ, ശ്രീകൃഷ്ണൻ രണ്ടാമത് വരും, ബുദ്ധൻ രണ്ടാമത് വരും. ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ അവരുടെ എല്ലാ പുസ്തകങ്ങളും ഗ്രന്ഥങ്ങളും പരിശോധിക്കുകയാണെങ്കിൽ ഇതിന്റെ സിമ്പിൾസ് ഒക്കെ, അടയാളങ്ങളൊക്കെ ഒന്ന് തന്നെയാണ്, ഒരേ കാലം ഒരേ സമയം. അപ്പൊ നമ്മൾ ചുറ്റുപാട് ജീവിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ലോകം മുഴുവൻ ഇപ്പോ താങ്കൾ എല്ലാ സ്ഥലത്തും കറങ്ങി നടക്കുന്ന സഞ്ചരിച്ച സഞ്ചാരിയാണ്, മനസ്സിലാവല്ലോ. ഒക്കെ ഒരു ഗ്രാമം പോലെ ആയിട്ടുണ്ട്. ഈ സമയത്ത് ഇപ്പൊ മുസ്ലിങ്ങൾക്ക് ഒരു വ്യക്തി വരിക മഹദി എന്ന പേരില്, ഹിന്ദുക്കൾക്ക് ഒരു വ്യക്തി വരിക കൃഷ്ണൻ എന്ന പേരില്, മറ്റ് ക്രിസ്ത്യാനികൾക്കും ജോയിഷനും പിന്നെ മസീഹ് എന്ന പേരിൽ ഒരു വ്യക്തി വരിക. ഇതെല്ലാം കൂടെ ഒരേ അടയാളങ്ങൾ വെച്ച് വരുമ്പോൾ, വെവ്വേറെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ദൈവത്തിന് വരുന്നതാണല്ലോ. അപ്പൊ വാസ്തവത്തിൽ വരാനിരിക്കുന്ന ഒരു വ്യക്തി മാത്രമാണ്. ആ വ്യക്തി തന്നെ ഇവരുടെ എല്ലാവരുടെയും ഗുണങ്ങൾ തന്നിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവർക്കൊക്കെ മാർഗദർശിയായിട്ടായിരിക്കും വരിക. അതിനു മുമ്പായിട്ട് അറിയേണ്ട ഒരു കാര്യം, ഇസ്ലാം മതം വന്നത് മറ്റൊരു മതങ്ങൾക്ക് ശേഷമാണ്. ഇസ്ലാം മതം വന്നത് മനുഷ്യന് എല്ലാ സ്ഥലത്തും എത്തിപ്പെടാനൊക്കെയുള്ള കഴിവുള്ള ഒരു സമയം. അപ്പൊ ഇസ്ലാമിൽ കിട്ടിയ, ഇസ്ലാം മതത്തിൽ പറയപ്പെട്ട ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ. ഇസ്ലാമിൽ അറിയപ്പെട്ട പ്രവാചക ശ്രേഷ്ഠരായി നമ്മൾ കാണുന്ന ഖത്തമുൻ നബി എന്നൊക്കെ പറയുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി. അപ്പൊ അദ്ദേഹം വന്നത് ഒരു പരിപൂർണ പ്രവാചകനായിട്ടാണ്, ഒരു പരിപൂർണ ഗ്രന്ഥം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ആ ഗ്രന്ഥത്തിൽ തുടക്കം തന്നെ വായിച്ചാൽ തന്നെ അറിയാം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഫസ്റ്റ് പേജ് തുറന്നാൽ നമുക്ക് കാണാൻ പറ്റും, എല്ലാവർക്കും ഉള്ള റബ്ബാണ് ദൈവം. മൊത്തം പാഠങ്ങളൊക്കെ തന്നെ മനുഷ്യകുലത്തിന് മൊത്തമുള്ള പാഠങ്ങളായിട്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിരിക്കുന്നത്. അപ്പൊ ഈ പാഠങ്ങൾ വന്ന സ്ഥിതിക്ക് ഇനി പുതിയൊരു മതത്തെയോ പുതിയൊരു മതം കൊണ്ടുവരുന്ന പ്രവാചകനെയോ നമ്മൾക്ക് ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് പൊതുവെ മുസ്ലിങ്ങളും എല്ലാവരും തന്നെ പറയുന്നത് ഇനി ഒരു പ്രവാചകൻ വരില്ല എന്നും പറയുന്നുണ്ട്. ഈ അർത്ഥത്തിൽ ഞങ്ങളും വിശ്വസിക്കുന്നത് പോലെ തന്നെ. പക്ഷെ ഇവരൊക്കെ ഒരു വ്യക്തി വരും, ഈ ഇസ്ലാമിന്റെ പാഠത്തെ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കാൻ വേണ്ടി. കാരണം ഇതൊരു ആഗോള ഒരു ഇൻവിറ്റേഷൻ ആണ് ഇസ്ലാമിന്റെ സന്ദേശം എന്നുള്ളത്, എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്, എല്ലാവരും ഒരുമിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ അതിനൊരു വ്യക്തി നിയമിക്കപ്പെടും. ആ വ്യക്തി വരുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു തിരുമേനിയെ പിൻപറ്റിക്കൊണ്ടായിരിക്കും. ആ തിരുമേനിയുടെ ഒരു ശിഷ്യൻ എന്ന രൂപത്തിലായിരിക്കും, പുതിയ ഗ്രന്ഥം കൊണ്ടുവരില്ല. അപ്പൊ അങ്ങനെ ആ നിലക്ക് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന പ്രവാചകനാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഗ്രന്ഥം അവസാന ഗ്രന്ഥമാണ്. അതൊക്കെ അതുപോലെ വിശ്വസിക്കുന്നവരാണ് ഞങ്ങളും. പക്ഷെ വന്ന വ്യക്തി ഇതേ ഗ്രന്ഥം ഉപയോഗിച്ചുകൊണ്ട്, ഇതേ പാഠങ്ങൾ വെച്ചുകൊണ്ട് മറ്റുള്ളവരൊക്കെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാനാണ് വരുന്നത്. കാരണം ഇസ്ലാമാണ് എല്ലാവർക്കും ഉള്ളത്. മറ്റുള്ള മതങ്ങളിൽ പറഞ്ഞ എല്ലാ നല്ല കാര്യങ്ങളും ഇപ്പോൾ നിലവിൽ ആവശ്യമുള്ളതും ഇനി ഭാവിയിലേക്ക് വേണ്ടതും ഇസ്ലാമിലുണ്ട്. അതെടുത്ത് കാണിക്കാൻ ഒരു മുസ്ലിമിന് കഴിയണം. പക്ഷെ മുസ്ലിങ്ങൾക്ക് തെറ്റുപറ്റി എന്താണെന്ന് വെച്ചാൽ, പല കാര്യങ്ങളും പറഞ്ഞ ഭാഗങ്ങൾ, അവർക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ അവർ ചില ഇന്റർപ്രിട്ടേഷൻ, തഫ്സീറുകളുടെ അടിസ്ഥാനത്തിൽ, വിശദീകരണങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിലെ മുമ്പ് യഹൂദികൾക്ക് പറ്റിയ അതേ സംഭവം തന്നെ. യഹൂദികൾ എന്ന് പറയുമ്പോൾ ഞാൻ അവരുടെ കൂട്ടത്തിൽ താമസിക്കുന്ന അറിയാം. അവർക്ക് പിന്നെ അവിടെ ഗ്രന്ഥം തൗറാത്താണ്. ഈ തൗറാത്തിൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിലുപരി അവർ തൽമൂദിനാണ് ഇന്ന് പിന്നെ മനസ്സിലാക്കുന്നത്. തൽമൂദ് എന്ന് പറഞ്ഞാൽ പിന്നീട് എഴുതി, വിശദീകരണ രൂപത്തിൽ എഴുതി, പണ്ഡിതന്മാർ എഴുതിയ ഗ്രന്ഥങ്ങൾ. അപ്പൊ അതിൽ പറഞ്ഞ കാര്യത്തെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് അവർ അറബികളെ കാണുന്നതും പ്രശ്നങ്ങൾ ഒക്കെ. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയാണ്. അത് ഞാൻ വിശദീകരിക്കുന്നില്ല, അങ്ങോട്ട് പോകുന്നില്ല. അതുപോലെ തന്നെ മുസ്ലിങ്ങൾക്കും ഒരു കാലം അതുപോലെ വരുമെന്ന് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് മുൻപ്. അപ്പൊ അവര് പല കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കാൻ കഴിയാതെ, ഇസ്ലാമിലെ ചില പാഠങ്ങളെ അതിന്റെ വാസ്തവ രൂപത്തിൽ മനസ്സിലാക്കാൻ സാധിക്കാതെ, അതിന് വന്ന ചില ഇന്റർപ്രിട്ടേഷനുകൾ മാത്രം പരിഗണിച്ചുകൊണ്ട് അവർ അതിന് മനസ്സിലാക്കിയിരിക്കുക. അതുകൊണ്ടാണ് ഇപ്പൊ ഒരു മതം വിട്ടുപോകുന്ന ആളെ വധിക്കണം, പിന്നെ മറ്റേ ഇസ്ലാമിന്റെ പേരിൽ പിന്നെ ആരെങ്കിലും പിന്നെ ഒന്നുകിൽ മുസ്ലിം ആവുക അല്ലെങ്കിൽ വധിക്കപ്പെടും. ഇങ്ങനെയുള്ള ഒരുപാട് പാഠങ്ങൾ ഇസ്ലാമിൽ തനി വിരുദ്ധമാണ്. അതുപോലെ വേറെയും പല കാര്യങ്ങളുണ്ട്, ഈ വയലൻസ് ആയിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും അത് ഇസ്ലാമിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. നമുക്ക് കൃത്യമായി ഇസ്ലാമിക പാഠങ്ങൾ മനസ്സിലാക്കാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് വ്യക്തമായി മനസ്സിലാക്കാം. പക്ഷെ അത് പറഞ്ഞു കൊടുക്കാൻ ആളില്ല, അക്കാര്യങ്ങൾ വ്യക്തമായിട്ടില്ല. അതുപോലെ തന്നെ വരാനിരിക്കുന്ന കാലത്തെക്കുറിച്ച് പറഞ്ഞ പല കാര്യങ്ങളും പൊതു മുസ്ലിം സമുദായം അതൊക്കെ അന്ത്യനാളിൽ അവസാനത്തിൽ മാത്രം സംഭവിക്കേണ്ടതാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ഇതുവരെ സംഭവിച്ചിട്ടില്ല, ഇനി സംഭവിക്കും, പിന്നീട് എന്തെങ്കിലും സംഭവിക്കും എന്ന പേരിൽ അവർ കാത്തിരിക്കാൻ ഇപ്പോൾ പല കാര്യങ്ങളും. നമ്മുടെ ഇമാം മഹദി വരൂ എന്ന് പറയുന്നത് അവസാന നാളല്ലേ. അപ്പൊ അവരുടെ വിശ്വാസം എന്താന്ന് വെച്ചാൽ, പൊതുവെ ഇപ്പോ മസീഹ് വരും പറഞ്ഞിട്ടുണ്ടല്ലോ, യേശു ക്രിസ്തു വരുന്ന അവരും പറയുന്നുണ്ട്, നമ്മളും പറയുന്നുണ്ട്. അവർ പൊതു അഭിപ്രായം ഇസ്ലാമിൽ വന്നുകൂടി എന്താണെന്ന് വെച്ചാൽ, യേശു ക്രിസ്തു ഈസാ നബി അലൈഹി സ്വലാം മരിച്ചിട്ടില്ല, ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്.
അതുകൊണ്ട് അദ്ദേഹം തിരിച്ചു വരും. അദ്ദേഹം വന്നാൽ എല്ലാവരെയും ഇസ്ലാമിലേക്ക് കൊണ്ടുവരും. അദ്ദേഹം ഇസ്ലാമിന്റെ പ്രതിനിധിയായി വരും. പിന്നെ ആരാണോ അവിശ്വസിക്കുന്നത് അവരെ അദ്ദേഹം വധിച്ചു കളയും, അവൻ ദജ്ജാലിനെ കൊല്ലും എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ പറയുന്നത് ആ കാര്യങ്ങൾ അതുപോലെ ഇസ്ലാമിൽ പറഞ്ഞിട്ടില്ല, അത് വിശദീകരണത്തിൽ വന്നതാണ്. ഇസ്ലാമിൽ പറഞ്ഞത് ഈസാ നബി അലൈഹി ഇസ്ലാം ഒരു പ്രവാചകനായിരുന്നു ഇസ്രായേൽ സന്തതികൾക്ക്. മോശയ്ക്ക് ശേഷം മൂസാ നബിക്ക് ശേഷം വന്ന പ്രവാചകന്മാരിൽ ഇസ്രായേൽ സന്തതികൾക്ക് വേണ്ടി മാത്രം അയക്കപ്പെട്ട പ്രവാചകനായിരുന്നു ഈസാ നബി അലൈഹി ഇസ്ലാം. അദ്ദേഹം വന്നത് ഈ നാട്ടിലായിരുന്നു. ആ സമയത്ത് ഏകദേശം 10-12ഓളം പിന്നെ ഇസ്രായേലിന്റെ ഗോത്രങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ 2 ഗോത്രങ്ങൾ മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്, പലസ്തീൻ ഈ ഏരിയയിൽ. യഹൂദിയും ഉണ്ടായിരുന്നത്. മറ്റേത് 1.5-1.25 ഗോത്രമേ പറയാൻ പറ്റുള്ളൂ, ആ അവസ്ഥയിലായിരുന്നു. മറ്റവരെല്ലാം അതിനു മുമ്പ് പിന്നെ ഇവിടുന്ന് അവരെ പിന്നെ പുറത്ത് പോകേണ്ടി വന്നു. പല രാജ്യങ്ങളിലായി ചിതറിക്കിടക്കാനും, പ്രത്യേകിച്ച് കിഴക്കൻ രാജ്യങ്ങളിലേക്കാണ് അവർ ഇവിടുന്ന് പലായനം ചെയ്തു പോയത്. യേശുക്രിസ്തു വന്നത്, അല്ലെങ്കിൽ ഈസാ നബി അലൈഹി സ്വലാം വന്നത് ഈ ഇസ്രായേൽ സന്തതികൾക്ക് ആണെങ്കിൽ തീർച്ചയായും അവരിലേക്ക് എത്തിപ്പെടണം. അതാണ് അദ്ദേഹത്തിന്റെ ദൗത്യം. അപ്പൊ അദ്ദേഹത്തെ ആളുകൾ വിശ്വസിച്ചില്ല. അദ്ദേഹം കുരിശിലേറ്റാൻ വേണ്ടി ശ്രമിച്ചു. ക്രൂശിൽ അദ്ദേഹത്തെ കെട്ടി തൂക്കി, പക്ഷെ കുരിശിൽ അദ്ദേഹത്തെ വധിക്കാൻ സാധിച്ചില്ല. യഹൂദികളുടെ ദൃഷ്ടിയിൽ അവർ അദ്ദേഹത്തെ വധിച്ചു. കാരണം അതുപോലെ അവർക്ക് തോന്നി. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹത്തെ ഒലാഖിൻ ശുബ്യഹലം എന്ന് പറഞ്ഞത്. പിന്നെ ക്രിസ്ത്യാനികൾ വിചാരിച്ച് അദ്ദേഹം മരിച്ചു, അദ്ദേഹത്തെ എടുത്ത് ഒരു കവറിലാക്കി, പിന്നെ അദ്ദേഹം ഉയർത്തെഴുന്നേറ്റ് പോയി എന്ന് അവരും പറയുന്നു. നമ്മൾ പറയുന്നത് അത് നമ്മൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, ഖുർആന്റെ അടിസ്ഥാനത്തിൽ, ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ, ചരിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ, മറ്റ് പൊതു തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തെ കുരിശിൽ കയറ്റി വധിക്കാൻ ശ്രമിച്ചു. പക്ഷെ അദ്ദേഹം അൺകോൺഷ്യസ് ആയ ഒരു അബോധാവസ്ഥയിലായിപ്പോയി. അവിടെ പ്രത്യേക ദൈവിക പിന്നെ ഒരു കരുണ, ഒരു പ്രത്യേക അള്ളാഹുവിന്റെ ഒരു പിന്നെ എന്താ പറയാ, അതിനൊരു ഖദർ അങ്ങനെയായിരുന്നു അവിടെ സംഭവിച്ചത്. അതിന് പല കാരണങ്ങളുണ്ട്. പിന്നീട് അവര് കശ്മീരിൽ എന്നിട്ട് അവർ അദ്ദേഹത്തെ വധിച്ചു എന്ന പേരിൽ അദ്ദേഹത്തെ ഇറക്കി. പക്ഷെ അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. മരിച്ച പോലെ അവർക്ക് തോന്നി. അതാണ് വലാക്കിൻ ശുബ്യഹലം എന്ന് ഖുർആനിൽ പറഞ്ഞത്. അതിന് നമ്മൾ മറ്റുള്ളവരെന്താ പറയുന്നത്, അദ്ദേഹത്തെ പോലെ വേറൊരാളെ കൊണ്ടുവന്നു, സാദൃശ്യമുള്ള ആളെ, എന്നിട്ട് അവർ വധിച്ചു, ഇദ്ദേഹം ആകാശത്തേക്ക് ഉയർന്നു പോയി എന്നാണ് മുസ്ലിങ്ങൾ പറയുന്നത്. പക്ഷെ അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഇദ്ദേഹം തന്നെയാണ്. എന്നിട്ട് അദ്ദേഹം അവിടുന്ന് പിന്നെ ഈ ശുശ്രൂഷിക്കപ്പെട്ടു. എന്നിട്ട് അദ്ദേഹം മറ്റുള്ള പ്രവാചകന്മാരൊക്കെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പലായനം ചെയ്ത പോലെ ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ മാതാവും കിഴക്കൻ രാജ്യങ്ങളിലേക്ക് പോയി അവസാനം കശ്മീരിലെത്തി. അവിടെ ശ്രീനഗറിലെ ഖാനിയാർ തെരുവിലൊരു ഖബറുണ്ട്, അതിപ്പോഴും ഉണ്ട് അവിടെ. ഇപ്പോൾ ഞങ്ങൾ മാത്രമല്ല, ഇപ്പൊ മറ്റുള്ള പിന്നെ ഒരുപാട് പിന്നെ കാര്യങ്ങൾ അന്വേഷിക്കുന്നവരും സയന്റിസ്റ്റും ഇന്ത്യൻ ഗവൺമെന്റ് വരെ ഒരു ഫിലിം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് ഇവിടെ ജീസസ് ക്രൈസ്റ്റിന്റെ പിന്നെ ശവകുടീരമാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ടുള്ളത്. അപ്പൊ ഇതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പൊ അത് കാരണം അത്രയും കാലം കൊണ്ട് യേശുക്രിസ്തു ഈസാ നബി അലൈഹി സ്വലാം എല്ലാ ഗോത്രങ്ങളിലും എത്തിപ്പെടുകയും അവരെല്ലാവരെയും അവർക്കൊക്കെ സന്ദേശം കൊടുക്കുകയും ചെയ്തു. അതുകൊണ്ട് പിന്നീട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ ഈ ഏരിയയുള്ളവരൊക്കെ പ്രത്യേകം ഇസ്ലാം മതം സ്വീകരിച്ചത്. അവർക്ക് മുൻകൂട്ടി വരെ അറിയാമായിരുന്നു അങ്ങനെ പ്രവാചകൻ വരുമെന്നുള്ളത്. മറ്റുള്ള ക്രിസ്ത്യാനിറ്റി ബാക്കിയുള്ളവർ ഇവിടുന്ന് പിന്നെ പടിഞ്ഞാറൻ രാജ്യങ്ങളിലേക്ക് പോയി അവിടെ പ്രചരിപ്പിക്കപ്പെട്ട ക്രിസ്ത്യാനിറ്റിയാണ് ബാക്കിയുള്ള ക്രിസ്തു മതം എന്നറിയപ്പെടുന്നത്. പിന്നുള്ളത് പിന്നെ മുസ്ലിങ്ങളുടെ ഈ ചിന്താഗതി, അതിന് കാരണം ക്രിസ്ത്യാനികളും അങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ മുസ്ലിങ്ങളും അങ്ങനെയുള്ള ഒരു ചിന്താഗതിയിലേക്ക് വരികയാണ് ചെയ്തത്. ചില പണ്ഡിതന്മാർ അങ്ങനെ എഴുതി. പക്ഷെ അങ്ങനെ അല്ലാതെ പറഞ്ഞ പണ്ഡിതന്മാരും ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള അവസ്ഥയിൽ വരുമ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ മുസ്ലിങ്ങൾ പരസ്പരം ഭിന്നിച്ചു നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാലത്താണ് ഈ ഇമാം മഹദി വരിക, അല്ലെങ്കിൽ മസീഹ് വരിക എന്ന് പറഞ്ഞത്. ഒന്നാമത് അദ്ദേഹം വന്നാൽ എല്ലാ മുസ്ലിങ്ങളെയും ഒരുമിപ്പിക്കാൻ ശ്രമിക്കും. യഥാർത്ഥ ഇസ്ലാം എന്താണെന്ന് അവർ കാണിച്ചു കൊടുക്കും. 2, യഥാർത്ഥ ഇസ്ലാമിന്റെ പാഠങ്ങൾ കാണിച്ചുകൊണ്ട് സമാധാനപരമായ ഇസ്ലാമിലേക്ക് എല്ലാവരെയും വിളിക്കും. ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ സമാധാനം എന്നാണ് അർത്ഥമുള്ളത് ഇസ്ലാമിന്റെ. ആ ഇസ്ലാം എന്താണെന്ന് കൃത്യമായി കാണിച്ചു കൊടുക്കും. അതാണ് അദ്ദേഹം ചെയ്തു പോയത്. അപ്പൊ അദ്ദേഹം സ്ഥാപിച്ച ജമാഅത്ത് എന്ന് പറഞ്ഞാൽ പുതിയൊരു മതമല്ല, മറിച്ച് യഥാർത്ഥ ഇസ്ലാം എന്താണെന്ന് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി സ്ഥാപിച്ചു. അതിന് അഹമ്മദിയ മുസ്ലിം കമ്മ്യൂണിറ്റി ഒരു പേര് വേണമല്ലോ, കാരണം പല ഗ്രൂപ്പുകളാവുമ്പോൾ ഒരു പേര് വേണം. അപ്പൊ അഹമ്മദ് എന്ന പേര് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2ാമത്തെ പേരാണ്. ഒരു മുഹമ്മദ് എന്നും അഹമ്മദ് എന്നും പേരുണ്ട്. അപ്പൊ അത് ആ ഒരു പേരിൽ തന്നെയാണ് അഹമ്മദിയ ജമാഅത്ത് ഉണ്ടാക്കി. അല്ലാതെ ഈ അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ സ്ഥാപകരുടെ പേരും അഹമ്മദ് ആണ്. അദ്ദേഹത്തിന്റെ പേരല്ല അദ്ദേഹം ഉദ്ദേശിച്ചത്, അങ്ങനെയല്ല ചെയ്തത്. അങ്ങനെ 1889 പഞ്ചാബിൽ ഈ ജമാഅത്ത് സ്ഥാപിതമായി. എന്നിട്ട് അതിനുശേഷം ഇദ്ദേഹം ചെയ്ത ജോലി എന്താണെന്ന് വെച്ചാൽ യഥാർത്ഥ ഇസ്ലാമിന്റെ പാഠങ്ങൾ അദ്ദേഹം എഴുത്തിലൂടെ എല്ലാവരെയും കാണിച്ചു.
അന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റ് ആണ് അവിടെ ഉള്ളത്. ബ്രിട്ടീഷ് ഗവൺമെന്റ് നമുക്ക് മതപരമായ പാഠങ്ങൾ അവതരിപ്പിക്കാനും പ്രചരിപ്പിക്കാനും സ്വാതന്ത്ര്യം കൊടുത്തിരുന്നു. അത് മുതലെടുത്തുകൊണ്ട് അദ്ദേഹം ഇസ്ലാമിന് അനുകൂലമായി യഥാർത്ഥ ഇസ്ലാം എന്താണെന്ന് എഴുതി, ഇസ്ലാമിനെതിരായി പറഞ്ഞ പണ്ഡിതന്മാരും അവർ തമ്മിലുള്ള വാദപ്രതിവാദം നടത്തി, ഇസ്ലാമിനെതിരായുള്ള ആക്ഷേപങ്ങൾക്ക് മറുപടി നൽകി. അങ്ങനെ 80-ലധികം ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതി. അതിന്നും എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് എല്ലായിടത്തും ഈ അഹമ്മദിയ മുസ്ലിം കമ്മ്യൂണിറ്റി വേണ്ടി സ്ഥാപിക്കപ്പെട്ടു. അതിൽ ഞങ്ങൾ പ്രവർത്തിക്കുന്നു. സമാധാനപരമായ നിലയ്ക്ക് യഥാർത്ഥ ഇസ്ലാമിന്റെ പാഠങ്ങൾ കാണിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് ജനങ്ങൾ ക്ഷണിക്കുന്നു. അങ്ങനെ ഇന്ന് ഏകദേശം 110-120ഓളം രാജ്യങ്ങളിൽ ഇന്ന് അഹമ്മദിയ മുസ്ലിം കമ്മ്യൂണിറ്റി ഉണ്ട്. ഇപ്പൊ ഇവിടെ സെന്ററിൽ താങ്കൾ വന്ന പോലെ ഏത് സെന്ററിൽ പോയാലും താങ്കൾക്ക് ഒരേ കാര്യങ്ങൾ കേൾക്കാം, മനസ്സിലാക്കാം. ഒരേപോലെ ട്രീറ്റ് അവർ ചെയ്യുന്നതായിരിക്കും. സമാധാനപരമായ അന്തരീക്ഷമായിരിക്കും. ഞങ്ങൾക്ക് ആരോടും വെറുപ്പില്ല. ലവ് ഫോർ ഓൾ, ഹേറ്റഡ് ഫോർ നൺ. എല്ലാവരോടും സ്നേഹം, ആരോടും വെറുപ്പുമില്ല എന്ന ഒരു മുദ്രാവാക്യം ഞങ്ങൾക്കുള്ളത്. ശ്ലോകം അതാണ്. ഇസ്ലാമിന്റെ പാഠം അത് തന്നെയാണ്. ഇവിടെ നമ്മുടെ നരേന്ദ്രമോദി മുമ്പ് ഇവിടെ ഇസ്രായേലോട്ട് വന്നപ്പോ നിങ്ങളുടെ അഹമ്മദിയ കമ്മ്യൂണിറ്റിയുടെ ഒരാളാണല്ലേ ഇൻവൈറ്റ് ചെയ്തത്? അദ്ദേഹം വന്നപ്പോ ഇവിടെ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ റിലീജിയൻ കൗൺസിൽ ഉണ്ട്. അത് എല്ലാ റിലീജിയന്റെ നേതാവും ഒരു പ്രത്യേക അതിൽ ഓരോ കമ്മ്യൂണിറ്റിന്ന് ഒരു വ്യക്തി അതിൽ അംഗങ്ങളായിരിക്കും. അങ്ങനെയുള്ള കമ്മ്യൂണിറ്റി ഏത് വലിയ നേതാവ് വരുമ്പോഴും അവരുടെ ഒരു ഗ്രൂപ്പ് അവരെ സ്വീകരിക്കും. അപ്പൊ അഹമ്മദിയ മുസ്ലിം കമ്മ്യൂണിറ്റി ഇവിടെ അറിയപ്പെട്ട കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ ഇതര മുസ്ലിങ്ങളിൽ നിന്നുള്ള ആളുകൾ ഉണ്ടെങ്കിൽ പോലും അഹമ്മദിയ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ഒരാളെ കൂടെ അവർ ക്ഷണിക്കാറുണ്ട്. 1-2 ആളെ ചില സമയങ്ങളിൽ. ചില സ്ഥലങ്ങൾക്ക് എനിക്കും പല പരിപാടിയിൽ പോകാൻ പറ്റിയിട്ടുണ്ട്. ഇതുപോലുള്ള അന്ന് ക്ഷമിച്ചത് ഇവിടുത്തെ അമീർ ജമാഅത്ത് പറയും, ഇവിടുത്തെ നാഷണൽ പ്രസിഡന്റാണ് അദ്ദേഹം, മുഹമ്മദ് ഷരീഫ് അവദാസ്. അദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹവും കണ്ടു, സംസാരിച്ചു, ക്ഷണിച്ചു. നമ്മുടെ ഒരു പാഠമുണ്ട് ഇവിടെ ഇസ്ലാമിൽ. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാണ്, ഇദാ ജാഅകും കരീമുൻ ഖൗമിൻ ഫഅക്രിമൂഹു. ഏതൊരു സമുദായത്തിന്റെ നേതാവ് നിങ്ങളിലേക്ക് വന്നാലും, ഏതോ ആവട്ടെ ഗ്രൂപ്പ്, ഒരു നേതാവ് എന്ന നിലക്ക് അറിയപ്പെടുന്ന ആളെ നിങ്ങൾ സ്വീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം എന്നൊരു പാഠമുണ്ട്. അതനുസരിച്ച് പിന്നെ ഏത് പ്രസിഡന്റ് ആര് വന്നാലും നമ്മൾ അവരെ സ്വീകരിക്കും, അവരെ ബഹുമാനിക്കും. അതൊരു പാഠമാണ് ഇസ്ലാമിലുള്ളത്. അതുപോലെ ഗവൺമെന്റ് ലെവലിൽ നോക്കുക, നമ്മുടെ ഭരിക്കുന്ന ഗവൺമെന്റ് ഏതോ ആവട്ടെ, നമ്മൾ ആ ഭരണകൂടത്തിന്റെ അടിയിലാണെങ്കിൽ ആ ഭരണാധികാരി നമ്മൾ അനുസരിക്കണം. മനസ്സിലായി? പിന്നെ ഇവിടെ ഈ നാട്ടില് നമ്മൾ ഇസ്ലാമിൽ തന്നെ ചരിത്രം നോക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് കാലങ്ങളുണ്ടായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക്. ഒന്ന് മക്കയിലുള്ള ജീവിതം. അന്ന് മക്കയിൽ അദ്ദേഹത്തിന് ഭരണകൂടം ഇല്ല, മറ്റുള്ളവരുടെ ഭരണത്തിന്റെ കീഴിലായിരുന്നു. ഒരുപാട് അനുഭവിക്കേണ്ടി വന്നു, പ്രയാസങ്ങൾ, ദുരിതങ്ങൾ. എന്നിട്ടും അദ്ദേഹം അവിടെ തന്നെ കഴിച്ചു. 13 വർഷം അവിടെ തന്നെ കഴിച്ചു കൂട്ടി. പിന്നെ ദൈവവുമായുള്ള ആരാധനക്കും മറ്റും അവർ തടസ്സം ചെയ്തപ്പോൾ ദൈവത്തെ ആരാധിക്കാനുള്ള അവസരം കൊടുക്കാത്തൊരവസ്ഥ വന്നു. അത്രയും ഘട്ടമായപ്പോൾ അദ്ദേഹം അവിടെ ഒന്നും ചെയ്യാൻ നിന്നിട്ടില്ല. അദ്ദേഹം രാജ്യം ഉപേക്ഷിച്ച് വേറെ രാജ്യത്തേക്ക് പോയി, മദീനയിലേക്ക് പോയി. പിന്നെ മദീനയിൽ ചെന്നിട്ട് ഇവിടെയുള്ളവർ വന്ന് അവിടെ വീണ്ടും ആക്രമിക്കാൻ തുടങ്ങി. അതിനു മുമ്പ് മദീനയിൽ എത്തിയപ്പോൾ മദീനക്കാർ അദ്ദേഹത്തെ സ്വീകരിക്കുകയും അദ്ദേഹത്തെ ഭരണാധികാരിയായി കണക്കാക്കുകയും ചെയ്തു. എന്നിട്ട് ആ സെറ്റിൽമെന്റിനെ, ആ ഭരണകൂടത്തെ എതിർക്കാൻ ഇവിടുന്ന് ആളുകൾ വന്നപ്പോൾ അവരെ എതിർക്കാൻ വേണ്ടി ഒരു ഡിഫൻസ് യുദ്ധത്തിന് ദൈവം അള്ളാഹു അനുവാദം നൽകി. അതാണ് ഇസ്ലാമിൽ പറയുന്ന, പിന്നെ ജിഹാദ് എന്ന് പറഞ്ഞാൽ പല അർത്ഥമുണ്ട്. ജിഹാദിന്റെ ഒരു ഭാഗം അതാണ്. അപ്പൊ ഇങ്ങോട്ട് ആക്രമിക്കാൻ വന്ന് നമ്മൾ എല്ലാം വിട്ടു പിരിഞ്ഞ് വേറെ സ്ഥലത്ത് വന്ന് അവിടെ ഒരു സെറ്റിൽമെന്റ് നടത്തി, അവിടെ ഒരു ഭരണകൂടമുണ്ട്, അതിനെ എതിർക്കാൻ വരുമ്പോൾ ആ ഭരണകൂടത്തിന് ഒരു അധികാരിയുണ്ട്. അതിന്റെ മേൽനോട്ടക്കാരൻ മുഹമ്മദ് നബി തിരുമേനി ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അള്ളാഹു അനുമതി നൽകി ഡിഫൻസ് ആയിട്ട് യുദ്ധം ചെയ്യാം. ആ ഒരു അനുവാദമേ ഇസ്ലാമിൽ യുദ്ധത്തിനുള്ളൂ. അത് തന്നെയാണ് പിന്നീട് പല സമയത്തും അദ്ദേഹത്തിന്റെ ജീവിതത്തിലും അതിനുശേഷം കുറച്ചു കാലത്തും അതിന് തുടർച്ചയായിട്ട് സംഭവിച്ച യുദ്ധങ്ങളാണ് ഇസ്ലാമിൽ നടന്നിട്ടുള്ളൂ. അതിലൊരിക്കലും തന്നെ അത് ഇസ്ലാമിനെ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ല. അപ്പൊ അതിനർത്ഥം ഇപ്പോ ഈ ഒരു രണ്ട് രാജ്യങ്ങൾ തമ്മിൽ നടക്കുന്ന യുദ്ധത്തിൽ തന്നെ ഓപ്പോസിറ്റ്, ഈ ഒരു രാജ്യത്തിന് ഓപ്പോസിറ്റ് ആയിട്ട് ഇപ്പൊ ഹമാസ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ചെയ്യുന്ന ഇതിനോടൊന്നും നിങ്ങൾ എഗ്രി ചെയ്യുന്നില്ല? ഞങ്ങൾ ഹമാസ് എന്ന ഗ്രൂപ്പിനോട് എഗ്രി ചെയ്യുന്നില്ല. കാരണം പക്ഷെ ഫലസ്തീൻ ഗവൺമെന്റ് ആയിരുന്നുവെങ്കിൽ, ഒരു ഭരണകൂടം ആയിരുന്നെങ്കിൽ അതൊരു ഭരണകൂടത്തിന്റെ അവകാശമാണ്. മനസ്സിലായി? അതുകൊണ്ട് ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ഇവിടെ ആദ്യം ആക്രമണം നടന്നില്ല, ഒക്ടോബർ 7 അന്ന് അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ ഖലീഫ അതിനെ പിന്നെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്തിനു പറയാം മലയാളത്തില്, പിന്നെ അതിനെ അധിക്ഷേപിക്കുക, എന്താ പറയാ, ആക്ഷേപിക്കല്ല, അതിനെ
അതെന്താ പറയാ, കണ്ടം പിന്നെ തന്ദീർ എന്ന് പറയും, അതിനെ അപലപിച്ചു. അപലപിച്ചുകൊണ്ട് പറയാം. മനസ്സിലായില്ലേ? അത് ശരിയല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അഹമ്മദി എല്ലാവരും, ഖലീഫ പറഞ്ഞു, അത് അഹമ്മദികൾ പറയുന്ന എല്ലാവരും ഒന്ന് തന്നെയായിരിക്കും. ഞങ്ങൾക്ക് രണ്ട് സംസാരം ഉണ്ടാവില്ല എല്ലായിടത്തും. അത് പക്ഷെ അവര് അതിന് കാരണം ഉണ്ടായിരിക്കാം, പലതും ആയിരിക്കാം. പക്ഷെ അവർ അവലംബിച്ച രീതി അത് ശരിയായിരുന്നില്ല എന്ന്. കാരണം യുദ്ധം ചെയ്യുമ്പോൾ ഇസ്ലാമിൽ പറയുന്ന യുദ്ധം ചെയ്യുന്നവരോട് ഏറ്റുമുട്ടാനാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ സാധാരണക്കാരോട്, കുട്ടികളോട്, സ്ത്രീകളോട്, മുതിർന്നവരോട് ഏറ്റുമുട്ടാൻ ഒരിക്കലും ഇസ്ലാം യുദ്ധത്തിൽ കൂടെ അവരെ വധിക്കാൻ അനുവാദമല്ല നമുക്ക്. യുദ്ധം നടക്കുന്ന സമയത്ത് കൂടെ, യുദ്ധം നടക്കാത്തൊരു സമയത്ത് അങ്ങനെ ചെയ്യാനോ അതിൽ ക്രൂരമാണ്, അതിലും ഉപരിയാണ് അത്. അതൊരിക്കലും നമ്മൾ സ്വീകരിക്കുന്നില്ല. പക്ഷേ അതിന് മറുപടിയായിക്കൊണ്ട് ഒരു പരിധി വരെ ഉള്ള മറുപടി അല്ലാതെ സാധാരണക്കാരെ കൊന്നെടുക്കുന്ന ആ രംഗങ്ങൾ അതൊരിക്കലും സ്വീകാര്യമല്ല. അതിന് ഞങ്ങൾ ഒരുപാട് അധിക്ഷേപിക്കുന്നുണ്ട്. അതിനെയും ഞങ്ങളുടെ മുമ്പിൽ വരുന്നവരുണ്ട്, നേരിട്ട് അവരുമായി സംസാരിക്കാറുണ്ട്, യഹൂദികളുമായി സംവാദം നടത്താറുണ്ട്, പറയാറുണ്ട്. അപ്പൊ അതിനെയും നമ്മൾ തികച്ചും അവലംബിക്കുന്നു, ആ രീതിയെയും. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? ഈ സമയത്ത് പ്രാർത്ഥന മുഖേനയും അവർക്ക് എത്തിക്കേണ്ട സഹായം എത്തിക്കാനൊക്കെ നമുക്ക് കഴിവുള്ളൂ. അതിലൂടെ നമുക്കൊന്നും ചെയ്യാനുള്ള കഴിവില്ല, ഈ സമയത്തില്ല. അപ്പൊ ആ അവസ്ഥയാണുള്ളത്. അപ്പൊ അതുകൊണ്ട് പിന്നെ ആരാണിപ്പോ ഒരു രാജ്യത്ത്, ഒരു രാജ്യത്ത് തലവനുണ്ടായിരിക്കും, ആ രാജ്യവും ആ തലവനടിയിൽ നിന്ന് പോവുകയാണെങ്കിൽ അവർക്ക് ആ തലവന്റെ പിന്നെ ആ ഗവൺമെന്റിന്റെ പരിധിക്ക് നിന്നുകൊണ്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. അതില്ലാതെ അവിടെ ഏതെങ്കിലും ഗ്രൂപ്പ് എടുത്തുകൊണ്ട് ഏതെങ്കിലും പേരിൽ ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഔദ്യോഗികമല്ല ഇസ്ലാമിൽ. അത് നമ്മൾ പോയിന്റ് മനസ്സിലാക്കണം. എന്തായാലും താങ്ക് യു സോ മച്ച് ചേട്ടാ. എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞു തന്നതിനെക്കാട്ടി നല്ല മനോഹരമായിട്ട് അദ്ദേഹം തന്നെ എന്താ പറയുക ചിത്രീകരിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അഹമ്മദിയ എന്ന് പറയുന്നത്. ലോകരാജ്യങ്ങളെല്ലാം പടർന്നു കിടക്കുന്ന ഒരു സംഘടനയാണ്. ഇസ്മായിലിയ നിങ്ങൾക്ക് അറിയില്ലേ? ഇസ്മായിലിയ ഓക്കെ, അത് ഞാൻ എന്തായാലും അദ്ദേഹത്തിൻ്റെ കേട്ടിട്ട് തന്നെ പറഞ്ഞുതരാം. അപ്പോൾ ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ എവിടെയാണ് ഞാൻ വന്ന് സ്റ്റേ ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് ആരോ എനിക്ക് മെസ്സേജ് അയച്ചു, ഞാൻ ആ നമ്പറിൽ മെസ്സേജ് അയച്ചപ്പോൾ തന്നെ അവരെന്നെ ഈസി ആയിട്ട് ക്ഷണിച്ചു. അപ്പോൾ അതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇപ്പൊ ഇങ്ങനെ ചിലപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ പൊതുവെ മറ്റുള്ള മുസ്ലിങ്ങളുടെ ഒരു സംസാര വിഷയമുണ്ട്. അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന് അവര് യഹൂദികളുമായിട്ടൊരു കണക്ഷൻ ഉണ്ട്, അവരാണ് അവിടെ സ്ഥാപിച്ചത് എന്നുള്ള ചിന്താഗതിയുള്ളവരും ഉണ്ട്. തികച്ചും തെറ്റാണത്. ഒന്നാമത് അഹമ്മദിയ മുസ്ലിം കമ്മ്യൂണിറ്റി ഇവിടെ 1928 മുതലുണ്ട്. യഹൂദികൾ ഇവിടെ പലായനം ചെയ്ത് വന്നത് 1948 മുതൽ. അതിനുമുമ്പ് മുസ്ലിം ഭരണകൂടമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അന്നും അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് ഇവിടെ ഉണ്ടായിരുന്നു, ഒരുപാട് പ്രവർത്തിക്കുമായിരുന്നു. മറ്റ് ഇതര അറബ് രാജ്യങ്ങളിൽ, ദിമസ്കസില്, ബെയ്റൂത്തിൽ, ഇവിടെയൊക്കെ നമ്മുടെ ശാഖകൾ ഉണ്ടായിരുന്നു, നന്നായി പ്രവർത്തിക്കുമായിരുന്നു, അന്നും ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ 1948 പ്രശ്നം വന്നപ്പോൾ ഇവിടെ ഉള്ളവരെ മാത്രം ഇവിടെ നിന്നു, മറ്റുള്ളവർക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ടി വന്നു. അങ്ങനെ ഈ ജമാഅത്തുകൾ ഉണ്ടായി. പിന്നെ അന്നും ഇന്നും ഞങ്ങൾ മറ്റുള്ള മുസ്ലിങ്ങളുമായി നമുക്ക് ബന്ധമുണ്ട്. വെസ്റ്റ് ബാങ്ക് പലസ്തീനിലും അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ ശാഖയുണ്ട്. 300ഓളം ആളുകൾ അവിടെ ഉണ്ട്. ഗസ എന്ന് പറയും, ഗാസയില്, അവിടെയും 200ഓളം അഹമ്മദികളുണ്ട്. അവിടെ മരിച്ചവരിലും 2-3 അഹമ്മദികൾ ഉണ്ടായിരുന്നു ഈ പ്രശ്നത്തിൽ. അപ്പൊ ഞങ്ങൾ ഇപ്പൊ ഇവരുമായി ബന്ധമുള്ള ഒരു പ്രത്യേക ബന്ധമുള്ള ഒരു ഗ്രൂപ്പ് അല്ല, ആ വിധത്തിൽ ഒരിക്കലും ഞങ്ങൾ മുസ്ലിങ്ങളാണ്. അറബികളുമായിട്ട് ഞങ്ങളുടെ ബന്ധമുണ്ട്. ഇവിടെ കണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും ഭയങ്കര പീസ്ഫുൾ ആയിട്ടാണ് ഈ ഒരു അതാണ് പോയിന്റ്. പീസ്ഫുൾ ആയിട്ട് ഇസ്ലാമിനെ അവതരിപ്പിക്കുക എന്നുള്ള ഒരൊറ്റ പോയിന്റ്, അതാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഇസ്ലാമിൽ പല കാര്യങ്ങളുണ്ട്, ഒരുപാട് വയലൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതിനൊരു സാഹചര്യവും ചുറ്റുപാടുകളും ഉണ്ട്. ഇസ്ലാമിൽ ഖുറാനില് 2 പദങ്ങൾ വന്നിട്ടുണ്ട്. ഒന്ന് ജിഹാദ് എന്ന് വന്നിട്ടുണ്ട്, ഒന്ന് ഖിത്താൽ. ജിഹാദ് എന്ന് പറഞ്ഞാൽ പരിശ്രമിക്കുക, പ്രയത്നിക്കുക എന്നുള്ള അർത്ഥത്തിൽ. അപ്പൊ അതിൽ നമ്മൾ ഒരു കുട്ടിയെ പഠിപ്പിക്കുകയാണെങ്കിൽ അതും പരിശ്രമമാണ്. ഒരു കൃഷി ചെയ്യുകയാണെങ്കിൽ അതും ജിഹാദാണ്. മനസ്സിലായില്ലേ? തൂലി കൊണ്ട് എഴുതുമ്പോൾ അതും ജിഹാദാണ്. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ട് നിങ്ങൾ സമ്പത്ത്, പിന്നെ ധനമാർഗം, ദൈവത്തിന്റെ മാർഗത്തിൽ നിങ്ങൾ സമ്പത്ത് ചെലവഴിക്കുമ്പോൾ അതും ജിഹാദാണ്, ഒക്കെ ജിഹാദാണ്. അതിലൊരു വശം, ചെറിയൊരു വശം മാത്രമാണ് നിങ്ങളുടേതായ ഒരു ഭരണകൂടം നിങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ, നിങ്ങൾ ആക്രമിക്കാൻ വരുമ്പോൾ അതിന് ഡിഫെൻസ് ചെയ്യുമ്പോൾ അതൊരു ജിഹാദായിരിക്കും. അതെ, അല്ലാതെ തോന്നിടത്തൊക്കെ പോയി വാളെടുത്തുകൊണ്ട് ഏറ്റുമുട്ടുന്ന ജിഹാദിന് എവിടെയും പറയില്ല. അതൊരു സംഘടന ഉണ്ടാക്കി അവർ നടത്തിയാലും അത് ജിഹാദ് ആവില്ല ഇസ്ലാമിന്റെ ദൃഷ്ടിയിൽ, വാസ്തവത്തിൽ. പിന്നുള്ളത് ഖിത്താൽ എന്ന പദമാണ് ഖുർആൻ. ഖിത്താൽ പറഞ്ഞാൽ യുദ്ധം. ഒരു യുദ്ധം നടക്കുമ്പോൾ അതിലെന്തൊക്കെ സംഭവിക്കുന്നു, ഇങ്ങനെ സംഭവിച്ചാൽ അങ്ങനെ ചെയ്യുക, ഇങ്ങനെ ചെയ്യുക എന്നുള്ള പാഠങ്ങളും വിശുദ്ധ ഖുർആനിലുണ്ട്. അത് രണ്ടിനും കൂട്ടിക്കലർത്തിക്കൊണ്ട് അതൊക്കെ ജിഹാദാണ്, അതിൽ വധിക്കാൻ പറഞ്ഞു, കാണുന്നിടത്ത് പിടിച്ച് വധിക്കുക എന്നൊക്കെ പറഞ്ഞ്
ഈ വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാത്തവരാണ് ഇങ്ങനെയുള്ള പാഠങ്ങൾ അവതരിപ്പിക്കുന്നത്. അത് അതുപോലെ മനസ്സിലാക്കിയ മുസ്ലിങ്ങളും എന്താ പറയുക, അതുപോലെ അവർ പറയുന്നത് മാത്രം. അങ്ങനെ ഇസ്ലാമിന്റെ ആ മുഖച്ഛായയെ, നല്ല സുന്ദരമായ ആ മുഖത്തെ, ആ മുഖച്ഛായയിൽ അവർ പൊടി ഇട്ടുകൊണ്ട് അതിനെ കാണിക്കാൻ ചെയ്തിരിക്കുക. അതാണ്, അല്ലാതെ ഒന്നുമില്ല. അപ്പൊ ആ പൊടി നീക്കം ചെയ്യുന്നു ഞങ്ങൾ എന്ന് മാത്രം, അല്ല പുതിയ പാഠങ്ങളൊന്നും കൊണ്ടുവരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ യഹൂദികളായിട്ട് സംവദിക്കാൻ തയ്യാറാണ്, ഞങ്ങൾ ക്രിസ്ത്യാനികളായിട്ട് സംവദിക്കാൻ തയ്യാറാണ്, മുസ്ലിങ്ങളുമായിട്ടും തയ്യാറാണ്. എല്ലാവരുമായിട്ട് ഞങ്ങൾക്ക് ഒരേ സംസാരമായി. കാരണം ഈ രാജ്യത്ത് അറിയാലോ, ഇവിടെ നിൽക്കുമ്പോൾ ചില സമയത്ത് ഒരുപാട് ഗ്രൂപ്പുകൾ വരാറുണ്ട് നമ്മുടെ അടുത്ത്. അതിൽ ക്രിസ്ത്യൻസ് ഉണ്ടാവും, മുസ്ലിം സമയത്ത് എല്ലാവരും ഒന്നിച്ചുണ്ടാവും. അപ്പോഴൊക്കെ ഞങ്ങൾക്ക് ഒരേ കാര്യം പറയാനുള്ളൂ, അത് വിശുദ്ധ ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുമായ കാര്യങ്ങൾ തന്നെ ആയിരിക്കും. അല്ലാതെ പുതിയ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഇസ്ലാമിന്റെ യഥാർത്ഥ മുഖത്തെ അവതരിപ്പിക്കാൻ കഴിയുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് സ്വീകാര്യമായി പ്രശ്നമില്ലാതെ പോകുന്നത്. ഞങ്ങൾ എന്താ ചെയ്യുന്നത്, ഞങ്ങൾ വിശുദ്ധ ഖുർആൻ ഏകദേശം 77ഓളം ഭാഷകളിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി, നമ്മളെ കോളേജുകളുണ്ട്, അഹമ്മദിയ മിഷണറിമാരെ തയ്യാറാക്കുന്ന സ്ഥാപനങ്ങൾ, മറ്റ് ജനസേവനത്തിനായി ഹോസ്പിറ്റലുകൾ, സ്കൂളുകൾ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഓരോ അഹമ്മദിയും അവന് കിട്ടുന്ന ധനത്തിൽ നിന്ന് ഒരു ഭാഗം എടുത്തു കൊടുക്കുന്നുണ്ട്. ഇന്ന് ഇസ്രായേൽ മൊത്തം ഈ രാജ്യത്ത് ഗവൺമെന്റിൽ നിന്ന് ഒരു അണപോൾ സ്വീകരിക്കാത്ത ഒരേ ഒരു കമ്മ്യൂണിറ്റി ഇത് മാത്രമാണ്. മറ്റുള്ള ഇതര മുസ്ലിങ്ങളും അവരിൽ ഇമാമുസ്വലാത്തിന്, അതുപോലെ ബാങ്ക് കൊടുക്കുന്ന ആൾക്കും അവർ പേ ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ ആർക്കും സ്വീകരിക്കുന്നത്, നമ്മൾ ഇവിടെ നല്ല എല്ലാ രാജ്യത്തും ഇതൊരു ധനത്യാഗമാണ്. കമ്മ്യൂണിറ്റിയിലുള്ള മെമ്പർമാർ ചെയ്യുന്ന ധനത്യാഗം ഇതൊരു ജിഹാദാണ്. ഇങ്ങനെയുള്ള ജിഹാദാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വേറെ ആഴത്തൊന്നും വാങ്ങുന്നില്ല. ഓരോ അഹമ്മദികളും ഓരോ പ്രതിമാസം ഒരു ഭാഗം കൊടുക്കുന്നുണ്ട് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി. അങ്ങനെ ഞങ്ങൾ രാജ്യത്തും പുറത്തും അതുപോലെ പാവപ്പെട്ടുള്ള മേഖലകളിലൊക്കെ ഒരുപാട് സേവനങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ ഹ്യൂമാനിറ്റി ഫസ്റ്റ് എന്ന പേരിൽ ഒരു മനുഷ്യത്വ സംഘടന ഉണ്ട് ഹ്യൂമാനിറ്റി ആയിട്ട് ബന്ധപ്പെട്ടത്. ഇപ്പോൾ ഗസയിലൊക്കെ നമ്മുടെ ടീം വർക്ക് ചെയ്യുന്നുണ്ട്, പല സ്ഥലത്തും ഉണ്ട്. അത് നമ്മൾ അതിനൊരു ദീനിയായിട്ടുള്ള ഒരു വസ്ത്രം ഉടുപ്പിച്ചിട്ടില്ല, മനസ്സിലായില്ലേ? ഒരു റിലീജിയൻ ബേസ്ഡ് അല്ലാതെ ഒരു പൊതുവെ സേവനം എന്ന നിലക്കാണ് നടത്തുന്നത് അത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഞങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ആഗോള ഇമാമുണ്ട്, ഒരു നേതൃത്വമുണ്ട്, ഖലീഫ. അതുകൊണ്ടാണ് ഇത്രയും പ്രശ്നം എല്ലായിടത്തും ഒരേ രീതിയിൽ പോകുന്നത്. അപ്പൊ ആ ഖലീഫ വെള്ളിയാഴ്ച നടത്തുന്ന ഒരു ഖുത്ബ, 1 മണിക്കൂർ ഖുത്ബ ഉണ്ടായിരിക്കും. ആ ഖുത്ബ ലോകത്തുള്ള വടക്കേ അമേരിക്ക മുതൽ അങ്ങോട്ട് ഓസ്ട്രേലിയ വരെയുള്ള രാജ്യങ്ങളിലൊക്കെ അഹമ്മദികളെ കേൾക്കുന്നുണ്ട് കൃത്യമായിട്ട്. അപ്പൊ ചിന്തിച്ചു നോക്കുക, 1 മണിക്കൂർ ഒരാഴ്ചയിൽ എല്ലാവരും ഒരേ കാര്യം കേൾത്ത് മനസ്സിലാക്കുക, മനസ്സിലായില്ലേ ചിന്താഗതി. അപ്പൊ ആ ഖലീഫ പറയും ഈ സമയത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, എന്തെന്ന് വിട്ടു നിൽക്കണം, എന്തെല്ലാം രീതി അവലംബിക്കണം, എന്തൊക്കെ പ്രാർത്ഥിക്കണം, എങ്ങനെ പെരുമാറണം എന്നൊക്കെ പറയുമ്പോൾ അത് തന്നെ എല്ലാവരും ചെയ്യുള്ളൂ. അതുകൊണ്ട് വളരെയധികം ക്ലിയർ ആയിക്കൊണ്ട് മെയിൻറ്റൈൻഡ് ആയി പോകുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഈ കമ്മ്യൂണിറ്റി ഉള്ളത്. ഞങ്ങൾക്ക് ഒരിക്കലും തന്നെ രാജ്യങ്ങൾ പിടിച്ചടക്കണോ യുദ്ധം ചെയ്യാനോ അങ്ങനെയുള്ള ഒരു ആവശ്യമില്ല. നമ്മൾ ഇസ്ലാമിൽ തന്നെ ഒരു ചിന്താഗതി മുസ്ലിങ്ങളുടെ അടുത്ത്, ഒരു ഖലീഫ എന്ന് പറഞ്ഞ ഒരു ഭരണകൂടം വേണം, കുറച്ച് പട്ടാളം വേണം എന്നുള്ള ചിന്താഗതി മുസ്ലിങ്ങൾക്ക് ഉണ്ട്. പക്ഷെ അങ്ങനെ ഇല്ല. ഖുർആൻ പറയുന്നത് നിങ്ങൾ ഭരിക്കുകയാണെങ്കിൽ നിങ്ങൾ നീതിയോടുകൂടി ഭരണം നടത്തുക. ഭരിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഭരിക്കുന്ന എവിടെയും പറഞ്ഞിട്ടില്ല. നബി തിരുമേനിക്ക് ശേഷം വന്ന 4 ഖലീഫമാരുടെ കാലത്ത് അവർ ആത്മീയ നേതാക്കന്മാരായതിൽ കൂടി തന്നെ അവർ ഭൗതികമായിട്ടും ഭരണം നടത്തിയിരുന്നു. ഒരുപാട് പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. ഇപ്പൊ ഇബ്രാഹിം, മോശ, ഇവരൊന്നും ഭരണാധികാരിമാരായിരുന്നില്ല, പ്രവാചകന്മാരായിരുന്നു. പക്ഷെ ഡേവിഡ്, ദാവൂദ്, സോളമൻ, സുലൈമാൻ ഇങ്ങനെയുള്ള പ്രവാചകന്മാർ വന്നിട്ട് അവർ രാജാക്കന്മാർ കൂടിയായിരുന്നു. അപ്പൊ ചില സമയത്ത് രണ്ടും ഒന്നിച്ച ദൈവം കൽപ്പിക്കുന്നുണ്ട് ചില ചുറ്റുപാടനുസരിച്ചിട്ട്. അങ്ങനെ ആദ്യത്തെ 4 ഖലീഫമാർ ഇസ്ലാമിൽ അവരുടെ കൂടെ അവർ ഭരണാധികാരമായിരുന്നു, അവർ ആത്മീയ ഭരണം നടത്തിയിരുന്നു. ഇപ്പോൾ അഹമ്മദിയ മുസ്ലിം ജമാഅത്തുള്ളത് ആത്മീയ ഭരണം മാത്രമേ ഉള്ളൂ എല്ലാവർക്കും ഉള്ളത്. അതുകൊണ്ട് ഭൗതികമായിട്ടുള്ള ലെവലിൽ ഞങ്ങൾ ഏത് രാജ്യത്താണ് താമസിക്കുന്നത് ആ രാജ്യത്തെ നിയമം പാലിക്കും. ഏത് ഗവൺമെന്റ് ആണ്, കാരണം ഇതും വിശുദ്ധ ഖുർആനിൽ പറയുന്നതാണ്, അത്തിയുല്ലാഹ വഅത്തിയു റസൂല ഉലിൽ അംരി മിൻകും. നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുക, അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിക്കുക, പിന്നെ ഉലിൽ അമർ, നിങ്ങളിൽ ആരെയാണോ കൽപ്പിക്കാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന അവരുടെ കൽപ്പനയും നിങ്ങൾ അനുസരിക്കണം. അതനുസരിച്ച് പോയ ഒരു പ്രശ്നമില്ല. ഇങ്ങനെ നമ്മൾ ദീനെ മനസ്സിലാക്കുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ലാതെ നമുക്ക് അതേ ദീനിനെ കൊണ്ടുപോകാൻ സാധിക്കും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന ഒരു സ്വീകരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി, ഫാസ്റ്റ് ഗ്രോവിങ് കമ്മ്യൂണിറ്റി എന്നറിയപ്പെടുന്നത് അഹമ്മദിയ മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്.
ഞാനിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഞാനിപ്പോൾ ബഹായ് ഗാർഡൻ എന്ന് പറയുന്ന ഒരു പ്രദേശത്തോട്ട് പോവാണ്. ബഹായ് ഗാർഡൻ എന്ന് പറയുമ്പോൾ അതൊരു മതപരമായിട്ടുള്ളൊരു കേന്ദ്രമാണ്. അതായത് ഇന്റർനാഷണൽ ഹെഡ്ക്വാർട്ടർ ആണ്. ബഹായിയുടെ ഇന്റർനാഷണൽ ഹെഡ്ക്വാർട്ടർ ഇവിടെയാണോ? ലോകത്തിന്റെ എല്ലായിടത്തെയും? ഇന്റർനാഷണൽ ഹെഡ്ക്വാർട്ടർ ഇവിടെയാണ്. ഞാൻ ബഹായ് ഗാർഡൻ ഉഗാണ്ടയിലൊക്കെ ആയിരുന്നപ്പോൾ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. കമ്പാലയിലെ ബഹായ് ഗാർഡൻ. അവർ വിശ്വസിക്കുന്നതെന്ന് പറയുമ്പം ഒരു മതം, ഒരു ദൈവം, ലോകത്തെല്ലാ ആളുകൾക്കും ഒരു ദൈവം എന്നുള്ള രീതിയിൽ, എല്ലാ മതങ്ങളുടെ ദൈവവും ഒന്ന് എന്നുള്ള രീതിയിൽ ഒരു ഐഡിയോളജിയുടെ പേരിലുള്ള ഒരു ഇതാണ് കേട്ടോ ബഹായി എന്ന് പറയുന്ന. അവിടെ ഏത് മതക്കാർക്കും നമുക്ക് എൻട്രി ചെയ്യാം, അങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ ബഹായി ഗാർഡൻ എന്ന് പറഞ്ഞ് ഈ ഒരു ടെമ്പിൾ ഭയങ്കര പ്രസിദ്ധമാണ്. ഒരു ഡോം പോലത്തെ ഒരു സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് ഇപ്പോൾ പോകുന്നത്. കഴിഞ്ഞ ദിവസം ഇതിന്റെ അടുത്തായിട്ട് ഒരു മിസൈൽ വീണായിരുന്നു കേട്ടോ. കഴിഞ്ഞ ദിവസം അത് ഞാൻ വീഡിയോയിൽ കാണിച്ചു. അതോ ഇന്നത്തെ വീഡിയോയിലാണെന്തോ എനിക്ക് അറിയില്ല. അതിൽ 5 മിസൈൽ വീണു അല്ലേ? ഒന്ന് വീണ് മറ്റേല്ലാം പൊടിച്ചു. 5 4 അവർ അയൺ ഡോം വെച്ച് പൊടിച്ചു കളഞ്ഞു. പിന്നെ ഒരു മിസൈൽ തറയിൽ വീണു. അത് അങ്ങനെ എന്തോ കുറച്ച് കാഷ്വാലിറ്റീസ് ഒക്കെ ഉണ്ടായി. ഇവിടെ ഉള്ള ആളുകൾ എന്ന് പറയുമ്പോൾ ഇദ്ദേഹം പറഞ്ഞ അതാണ്, അതായത് ഇവിടെ ഉള്ള ആളുകൾക്ക് പേടിയില്ല. കാരണം എന്ന് പറയുമ്പോൾ ഇവിടെ ഉള്ള ഗവൺമെന്റ് അയൺ ഡോം ഫെസിലിറ്റീസ് കൊടുക്കുന്നുണ്ട്. അതെല്ലാം വെച്ച് അധികം താഴത്തേക്ക് എത്തിക്കാൻ നോക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ആളുകളെല്ലാം ഭയങ്കര കാഷ്വലായിട്ട് ജോലിക്ക് പോകുന്നു, അല്ലെങ്കിൽ പല കാര്യങ്ങളും ചെയ്യുന്നു. പിന്നെ ജസ്റ്റ് ഈ ഇത് മിസൈൽ വരുമ്പോൾ ചിലപ്പോൾ പേടിച്ച് ചിലപ്പോൾ പെട്ടെന്ന് ഇന്നലെ ഒരാൾ കട അടച്ചിരുന്നു. ചിലപ്പോൾ ആ ഒരു ഇത് നമുക്ക് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ ഭയങ്കര കാഷ്വലാണ്. ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ബഹായ് ടെമ്പിളിന്റെ മുകൾ ഭാഗത്താണ്. ബഹായ് ടെമ്പിൾ എന്ന് പറയുമ്പോൾ ഈ കുന്ന് ഇങ്ങനെ ഫുള്ളായിട്ട് കിടക്കുന്ന ഒരു ഭാഗമാണ്. ബഹായ് ഗാർഡൻ എന്നാണ് പറയുന്നത്. ഫുള്ള് ഗാർഡനാണ്. ഗാർഡൻ എന്തിനെന്ന് വെച്ചാൽ ഈ ഗാർഡന് ഇവിടെയുള്ള ഈ ഗാർഡൻ്റെ അറ്റ്മോസ്ഫിയർ കണ്ടുകൊണ്ട് ആളുകൾക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടിയാണ്. ബഹായ് ടെമ്പിൾ എന്ന് പറയുമ്പോൾ മെഡിറ്റേഷൻ സെൻറ്റർ കൂടിയാണ് ബഹായ് ടെമ്പിൾ എന്ന് പറയുമ്പോൾ. അതായത് പണ്ട് പേർഷ്യയിൽ നിന്ന് വന്ന ഭാവ് എന്ന് പറയുന്ന ആളിൽ നിന്നാണ് ഈ ഒരു ഐഡിയോളജി പുറപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഖബർസ്ഥാനം പിന്നെ ആക്ര എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് നോർത്തേൺ ഭാഗത്താണ്. അതാണ് ബഹായികളുടെ പ്രധാനപ്പെട്ട ഹോളി സ്ഥലം എന്ന് പറയുന്നത്. പക്ഷേ ഇതാണ് ബഹായികളുടെ സെൻട്രൽ സ്ഥലം ആവാൻ കാരണം ബഹാവുദ്ദീൻ എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരുന്നു. നമ്മുടെ ഭാവ് എന്ന് പറയുന്ന ഇതിൻ്റെ ശിഷ്യനായിരുന്ന അദ്ദേഹമാണ് പിന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരാളായി മാറി. അദ്ദേഹം പറഞ്ഞു ഞാനാണ് ഇതിൻ്റെ ആൾ എന്നുള്ള രീതിയിൽ വന്നു. അങ്ങനെ പിന്നീട് അദ്ദേഹം മറവ് ചെയ്യുന്ന പെട്ടതെന്ന് പറയുമ്പം ഈ ഒരു ഭാഗത്താണ് കേട്ടോ. ഇതാണ് നമ്മുടെ ബഹായുടെ പ്രധാനപ്പെട്ട സെൻറ്റർ എന്ന് പറയാം, ലോകത്തിലെ സെൻറ്റർ. ഇതിങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു ഗാർഡനാണ് കേട്ടോ. മനോഹരമായിട്ടുള്ള ഗാർഡൻ. എന്ത് മനോഹരം അല്ലേ? പക്ഷേ ഇപ്പം നമുക്ക് കയറാനായിട്ട് ഇവിടെ അനുവദിക്കുന്നില്ല. ഇവിടെ നിന്ന് ജസ്റ്റ് ഈ ഒരു ഭാഗത്ത് മാത്രമേ നമുക്ക് പോകാൻ കഴിയുള്ളൂ. താഴെ ഒന്നും നമുക്ക് പോകാനായിട്ട് കാണാൻ പറ്റുന്നില്ല. താഴെ നമ്മുടെ ഹൈഫയിലെ പോർട്ട് ഭാഗങ്ങളാണ്. ആ കാണുന്നത് നമ്മുടെ അദാനി ഗ്രൂപ്പ് നടത്തുന്ന പോർട്ടാണ് കേട്ടോ. അദാനി ഗ്രൂപ്പ് എത്ര വർഷത്തേക്കെന്ന് അറിയില്ല. പക്ഷെ അദാനി ഗ്രൂപ്പാണ് ഇതിൻ്റെ ചുമതല കൈയേറിയിരിക്കുന്നത്, അതിൻ്റെ ഡീല് നടത്തുന്നത്. അതുകൊണ്ടായിരിക്കണം ചിലപ്പോൾ മിസൈലുകളൊന്നും അധികം ഈ പോർട്ടുകളിലൊന്നും ഇതുവരെയായിട്ടും വന്ന ചരിത്രം ഇല്ലെന്നാണ് കേട്ടത്. അപ്പോൾ അതുകൊണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ ബഹായി ടെമ്പിൾ. ഇപ്പോൾ സഞ്ചാരികളൊന്നും വരാത്തത് കൊണ്ട് തന്നെ അധികം ആരെയും കയറ്റുന്നില്ല. ഇതിൻ്റെ നടുക്കൂടായിട്ട് ഒരു റോഡൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ആ ഒരു ഭാഗത്ത് അതിൻ്റെ അണ്ടറായിട്ട് ഇതാണ്ട് അതിൻ്റെ അടിയിൽ കൂടെ റോഡാണ് കേട്ടോ പോകുന്നത്. നല്ല വിശാലമായിട്ടുള്ള മനോഹരമായിട്ടുള്ള പ്ലേസ്. നമ്മുടെ ലെബനോണിൻ്റെ ബോർഡറാണ് കേട്ടോ ആ ഭാഗത്ത്. ആ കാണുന്ന ഇതില്ലേ, അത് കഴിഞ്ഞാൽ നമ്മുടെ ലെബനോനാണ്. വളരെ അടുത്താണ് കേട്ടോ, ഭയങ്കര അടുത്താണ്. ഞാൻ നേരത്തെ പറഞ്ഞ അക്രയില്ലേ, നമ്മുടെ ബഹായിയുടെ പ്രധാന ഹോളി സെൻറ്റർ, അത് ഈ കാണുന്ന സിറ്റിയാണ് കേട്ടോ. അതുകൊണ്ട് ആ കാണുന്നതാണ് നമ്മുടെ അക്രൈ നഗരം. ഇവിടെ ഇന്ന് ഒരു ഇസ്രായേലി ഒരു യാത്രക്കാരി ദിന എന്ന് പറയുന്ന ഒരാളാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഹൈ ദിന, ഷലോം, ഹൗ ആർ യു? പുള്ളിക്കാരി, ഹൗസ് യുവർ ജേർണി സോ ഫാർ? ഓക്കെ, ദിനയെ കുറിച്ച് ഞാൻ കൂടുതൽ പരിചയപ്പെടുത്തി തരാം. ഹലോ, ഷലോം. ഷലോം. അവന് നമ്മളോട് ഇവിടെ നിന്ന് കളിക്കുകയാണ് കേട്ടോ. നമ്മൾ അതിൻ്റെ മുകളിൽ ഒരു പാർക്കിൽ വന്നിട്ട് കളിക്കുകയാണ്. പുള്ളിക്കാരി ആക്ച്വലി ഇപ്പോൾ 2 വർഷമായിട്ട് ഇസ്രായേലിൽ നിന്ന് ഇറങ്ങി പല രാജ്യങ്ങളും ഇങ്ങനെ ഹിച്ചൈക്ക് ചെയ്ത് ഇങ്ങനെ യാത്ര ചെയ്യുമായിരുന്നു. അങ്ങനെ പുള്ളിക്കാരി ഇപ്പോൾ ഒരു മാസം എന്തോ ആയിട്ടുള്ളൂ കേട്ടോ. ലാസ്റ്റ് വിയറ്റ്നാമിൽ നിന്ന് എന്തോ ആയിട്ട് ലാസ്റ്റ് ഇസ്രായേലിലോട്ട് വന്നു 2 വർഷത്തിന് ശേഷം. അങ്ങനെ അടിപൊളി ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ് കേട്ടോ. നമ്മൾ കുറച്ച് നേരമായിട്ട് ഇവിടെ ഷവർമയൊക്കെ ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ബോംബ് പൊട്ടി, പക്ഷെ സൈറനൊന്നും വന്നില്ല. It looks so near. തൊട്ടടുത്ത് എന്തോ ആണ് കേട്ടോ, ഒരു വലിയ എന്തോ പൊട്ടൽ പൊട്ടിയിട്ടുണ്ട്. എന്നാമോ, is that your first time here now feeling? Yeah, no, but I hear it when I've been in the north. Oh. I see it in the sky like. എൻ്റെ ഇവിടെ അടുത്ത് എവിടെയാണ് കേട്ടോ. അപ്പൂപ്പൻ്റെ കൂടെ കണ്ടപ്പം ഇനി അപ്പൂപ്പൻ്റെ കൂടെ കയറാൻ വേണ്ടി വന്നാണ്. Oh. Okay. You can destroy. Be careful on him.
എന്റെ അമ്മോ, ഇത് നല്ല രസമാണ് കേട്ടോ. താഴോട്ട് പയ്യെ നടന്നു പോവാണ്. താഴെ മല ഇറങ്ങി കുന്നിറങ്ങി പോവാണ്. ഇവിടെയുള്ള വീടുകളൊക്കെ നല്ല മനോഹരമാണ് കേട്ടോ. ഈ ഒരു ഭാഗത്തൊക്കെ എന്തോ സൗണ്ട് ഇങ്ങനെ ആകാശത്ത് കേൾക്കുന്നുണ്ട്. എല്ലായിടത്തും നമ്മുടെ ഇസ്രായേലിൻ്റെ ഫ്ലാഗ്, ഇതൊക്കെ ഓരോ ഇൻഡിപെൻഡൻറ്റ് വീടുകളാണ് കേട്ടോ. നല്ല രസമുള്ള ഏരിയ, ഭയങ്കര ക്വൈറ്റ് ആൻഡ് കാമാണ്. ഹൈഫൈയിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, നമ്മൾ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ നണ്ണില്ലേ, അതായത് നമ്മുടെ ക്രിസ്തു മതത്തിലെ നമ്മുടെ നൺസ് ഇല്ലേ, അവരുടെ ഒരു ചർച്ചിലോട്ടാണ് കേട്ടോ വന്നത്. ഫീമെയിൽ നൺസിന് വേണ്ടിയുള്ള ഒരു ചർച്ചാണ്. എന്ത് മനോഹരം, ബ്യൂട്ടിഫുൾ കേട്ടോ. എന്ത് മനോഹരമായിട്ടുള്ള പള്ളി കേട്ടോ. പക്ഷെ പള്ളി ക്ലോസ്ഡ് ആണെന്ന് തോന്നുന്നു. എൻ്റെ അമ്മോ, നമ്മുടെ മറിയവും നമ്മുടെ ജീസസും കൂടെ ഇരിക്കുന്ന ഒരു ചിത്രമാണ് കേട്ടോ. മനോഹരമായിട്ടുള്ള പള്ളി. പള്ളിയുടെ അടുത്ത് നമ്മുടെ മനോഹരമായിട്ടുള്ള മെഡിറ്ററേനിയൻ സീ കാണുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ. നമ്മളിനി നടന്ന് വേറൊരു പള്ളിയിലോട്ട് പോവാണ്. ഇവിടെ വേറൊരു ക്രിസ്ത്യൻ പള്ളിയുണ്ട് കേട്ടോ. അത് ഭയങ്കര പ്രസിദ്ധമായിട്ടുള്ള ഒരു പള്ളിയാണ്. അങ്ങോട്ട് പോയി നോക്കാം. കാണുന്നതാണ് കേട്ടോ നമ്മുടെ ഒലിവ് ട്രീ. നമ്മൾ ഇവിടെ മരത്തിൽ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ഒലിവ്. ഞാൻ ഇത്രയും നാളായിട്ട് എനിക്ക് അറിയില്ലായിരുന്നു. കണ്ടില്ലേ, ഇത് നമ്മുടെ ഒലിവ് മരമാണ്. ഒലിവ് കായ്കളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കാരക്കയും ഒലിവും എനിക്ക് ആക്ച്വലി സത്യത്തിൽ അറിഞ്ഞൂടായിരുന്നു കേട്ടോ. അത് ഞാൻ കാരക്കയും ഒലിവും ഒന്നാണെന്നാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ വിചാരിച്ചിരുന്നത്. അത് ഞാൻ ഇപ്പോഴാണ് മാറിയത്. കാണുന്നതെല്ലാം തന്നെ നമ്മുടെ ഹോസ്റ്റേജസിനെ കൊണ്ടുവരാനായിട്ട് ബ്രിങ് ബാക്ക് എന്ന് പറഞ്ഞ സ്ലോഗൻ ഉയർത്തി വെച്ചിരിക്കുന്നതാണ്. നമ്മൾ നടന്നു പോവാണ്. അതിമനോഹരം കേട്ടോ. ഭയങ്കര ക്ലീന്, ഭയങ്കര നീറ്റ്, ഭയങ്കര ശാന്തത. എന്ത് മനോഹരമായിട്ടുള്ള ഒരു നഗരം അല്ലേ. ഇപ്പോൾ വന്നിട്ടുള്ളത് സ്റ്റെല്ല മറിസ് എന്ന് പറയുന്ന ഒരു മൊണാസ്ട്രിയിലോട്ടാണ്. അതായത് നമ്മുടെ ഒരു ക്രിസ്ത്യൻ ചർച്ചാണ് കേട്ടോ. മനോഹരം. ഇവിടെ നമ്മുടെ മനോഹരമായിട്ടുള്ള ഒരു ചെറിയൊരു ഗാർഡനൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നമ്മുടെ ഇതിൻ്റെ അകത്താണ് കേട്ടോ നമ്മുടെ പള്ളി വരുന്നത്. നല്ല രസമുണ്ട്. അകത്ത് നമ്മുടെ മാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിൻ്റെ ഉള്ളിലോട്ട് പോവാണ്. നാട്ടില് കർമ്മലീത്ത എന്ന് പറയില്ലേ, കർമ്മലീത്ത എന്ന് പറയുന്ന പള്ളി സഭയില്ലേ, അതായത് ആക്ച്വലി അത് വന്നതിന്റെ പുനർഭാഗം എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നാണ്. അതായത് മൗണ്ട് കാർമലി എന്നാണ് കർമ്മലീത്ത സഭ എന്ന് പറയുന്ന ഒരു സഭ വന്നത്. ഇവിടുത്തെ വൈദികൻ മലയാളി തന്നെയാണ്. ഇവിടെ ഞാൻ വന്നപ്പോൾ മലയാളികളുടെ മാസ് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു 10-50 മലയാളികളെങ്കിലും ഞാൻ കണ്ടു കേട്ടോ. കുറേ ആൻറ്റിമാരൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ ഈ കാണുന്നതാണ്, ഞാൻ പള്ളിയുടെ അകം കുറച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ആ പള്ളിയിലോട്ട് പോയത്, ഞാൻ പള്ളിയിൽ പോയായിരുന്നു. പള്ളിയിൽ പോയപ്പോൾ ഒരു മലയാളി നമ്മുടെ ഒരു വൈദികനെ കാണാൻ വേണ്ടിയാണ് പോയത്. കാരണം നമ്മുടെ അഹമ്മദിയ മോസ്കിലെ പുള്ളിക്കാരൻ പറഞ്ഞിരുന്നു ഒരു മലയാളി വൈദികനുണ്ടെന്ന്. അപ്പോൾ അവിടെ പോയപ്പോൾ തന്നെ പെട്ടെന്ന് മാസ് കഴിഞ്ഞ് ഇറങ്ങുന്ന സമയമായിരുന്നു. ഞാൻ പോയി അവിടെ പുറത്ത് ഉണ്ടായിരുന്നപ്പോൾ തന്നെ കുറേ മലയാളി സ്ത്രീകൾ, മലയാളി ആൻറ്റിമാരും ചേച്ചിമാരൊക്കെ പുറത്തോട്ട് ഇറങ്ങുന്നുണ്ടായിരുന്നു. എനിക്കൊന്ന് ഒരു 10-30 കൂടുതലും മലയാളികളുണ്ടായിരുന്നു കേട്ടോ. എനിക്കൊന്ന് കെയർ ടേക്കറൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നവരാണ് പലരും. അത് യൂട്യൂബർ അല്ലേ എന്നൊക്കെ നോക്കി എൻ്റെ അടുത്ത് ഇങ്ങനെ കണ്ടിട്ട് പോയായിരുന്നു. അത് കഴിഞ്ഞ് വേറെ എൻ്റെ അടുത്ത് ഒരു ആൻറ്റി വന്നു. മോനെ, ഞാൻ നിന്നെ കാണാൻ വേണ്ടി ഇരിക്കുമായിരുന്നൊക്കെ പറഞ്ഞ് ആൻറ്റി എൻ്റെ അടുത്ത് സംസാരിച്ചു തുടങ്ങി. അപ്പം ഞാനൊരു മലയാളികളെ കണ്ട ആ ഒരു സന്തോഷത്തിൽ നിൽക്കുമായിരുന്നു. അപ്പോൾ പെട്ടെന്നായിരുന്നു, നിങ്ങൾ മുമ്പ് ഒരു വീഡിയോ ശ്രദ്ധിച്ചാണല്ലോ, ഞാൻ എൻ്റെ ഇസ്രായേലിൻ്റെ ജൂത ചട്ടി എന്ന് പറഞ്ഞ ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അത് ആക്ച്വലി തെറ്റായിരുന്നു. അതൊരു കമ്മ്യൂണിറ്റിയെ ബാധിക്കുന്ന രീതിയിലാണ്, ഒരു ജൂത കമ്മ്യൂണിറ്റിയെ ബാധിക്കുന്ന രീതിയിൽ ജൂത ചട്ടികൾ എന്നുള്ള വാക്കുകൾ അത് തെറ്റായിരുന്നു. ആക്ച്വലി അത് ഞാൻ ഉപയോഗിക്കരുതായിരുന്നു. അത് എൻ്റെ തെറ്റായിരുന്നു. അപ്പോൾ പെട്ടെന്ന് അത് ഞാൻ മനസ്സിൽ വന്ന് പെട്ടെന്ന് ഇട്ടുപോയതാണ്. അതിൽ ക്ഷമോഹിക്കുവാണ്. അപ്പോൾ ആൻറ്റി വന്ന്, മോനെ, നീ ഇസ്രായേലിൽ വന്നിട്ട് നീ ഇങ്ങനെയൊക്കെയാണോ പറയുന്നത്, അങ്ങനെയൊക്കെയാണോ പറയുന്നത്? ഇവിടെ നോക്കും, നമ്മൾ മുസ്ലിങ്ങളും ജൂതന്മാരൊക്കെ എന്ത് സ്നേഹത്തോടെയാണ് കഴിയുന്നത്. ഇവിടെ നാട്ടിലെ കാക്കാമാർ പറയുന്ന പോലെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം ഞാൻ ഒരു വ്യക്തിയും ഇങ്ങനെ കാക്കാമാരെന്നൊക്കെ ഇങ്ങനെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണില്ലേ, സംഖ്യകളെന്നൊക്കെ, പക്ഷെ ഒരു കാക്കാമാരെന്നൊക്കെ ഞാൻ ഒരു വ്യക്തിന്ന് ആദ്യമായിട്ട് കേൾക്കുവാണ് കേട്ടോ. മനസ്സിലായില്ലേ? അപ്പോൾ അതെനിക്ക് പെട്ടെന്ന് എന്തോ പോലെ ആയി. കാരണം ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനത്തെ വാക്കുകൾ ഒരു മനുഷ്യൻ്റെ നിന്ന് കേൾക്കുന്നത്. ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലേ. എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, നീ വന്നത് യാത്ര ചെയ്യാനല്ലേ, കാണാൻ വേണ്ടിയല്ലേ, അല്ലാതെ ഇതിന് വേണ്ടിയല്ലല്ലോ. മോന് തിരിച്ച്, ആൻറ്റി നല്ല സ്നേഹത്തോടെ തന്നെയാണ് പറഞ്ഞത്, മോന് നിനക്ക് തിരിച്ച് പിന്നെ പോകണ്ടേ, അതോ ഈ രാജ്യത്ത് തന്നെ കിടക്കണോ, ഇങ്ങനെയാണോ അങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞ ആൻറ്റി. എനിക്ക് പക്ഷെ അതൊരു ചെറുതായിട്ട് എന്നെ ത്രട്ടൺ ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ വിരട്ടുന്നത് പോലെ എനിക്ക് ഭയങ്കരമായിട്ട് അനുഭവപ്പെട്ടു. അത് എനിക്ക് ഭയങ്കര വിഷമമായ കേട്ടോ. അത് ഞാൻ അപ്പോൾ പ്രകടിപ്പിക്കാനൊന്നും നിന്നില്ല. എനിക്കത് ഭയങ്കര വിഷമമായി. കാരണം പെട്ടെന്നൊരു മലയാളി എന്നെ കാണുന്നതാണ്. ആരും എൻ്റെ അടുത്ത് സുഖമാണോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, എത്ര ദിവസമായി, ആ ഒരു രീതിയിലല്ല എൻ്റെ അടുത്ത് സംസാരിച്ചാൽ മനസ്സിലായില്ല. അപ്പോൾ അത് ഭയങ്കര വിഷമമായി കേട്ടോ. കാരണം ഞാൻ
പല രാജ്യങ്ങളിലും പോയിട്ടുണ്ട്, മലയാളികൾ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട്. പക്ഷെ ആരും എന്നെ അങ്ങനെ എന്താ പറയുക, പെട്ടെന്ന് നമ്മൾ ഒരു മലയാളിയെ കാണുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് ചോദിക്കുന്ന കാര്യങ്ങളല്ല എൻ്റെ അടുത്ത് ചോദിച്ചത്. അപ്പോൾ അതെനിക്ക് പെട്ടെന്ന് ഭയങ്കര വിഷമമായി. പിന്നീട് എന്തോ എനിക്കൊരു പേടി പോലെ, കാരണം അപ്പോൾ ആൻറ്റി അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് അവരുടെ എല്ലാവരുടെയും മനസ്സിൽ ഞാൻ ഈ രാജ്യത്ത് വന്നിട്ട് ഈ രാജ്യത്തിനെ കുറ്റം പറയാൻ വേണ്ടി വന്നതെന്നാണ് എനിക്ക് തോന്നിയത്. അല്ല, അവർക്ക് തോന്നുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത്. പക്ഷെ ഞാൻ ഈ ഒരു രാജ്യത്ത് വരുമ്പോൾ ഈ രാജ്യത്ത് എന്തൊക്കെ നല്ലതുണ്ടോ അത് നല്ലതുപോലെ പറയും, ഈ രാജ്യത്ത് എന്തൊക്കെ മോശമുണ്ടോ അത് അതുപോലെ പറയും. അങ്ങനെയാണ് ഞാൻ എല്ലാ രാജ്യത്തും ചെയ്യുന്നത്. സാധാരണ പല ആളുകൾ അഫ്ഗാനിസ്ഥാന്റെ കാര്യം പറഞ്ഞു. ഞാൻ അഫ്ഗാനിസ്ഥാനിൽ പോലും താലിബാൻ അടിച്ചത് ഞാൻ അതുപോലെ പറഞ്ഞു, താലിബാൻ നല്ലത് ചെയ്ത് അതുപോലെ പറഞ്ഞു, അവര് സ്റ്റുഡൻസിന് വിദ്യാഭ്യാസം ബാൻ ചെയ്ത് അത് ഞാൻ അതുപോലെ പറഞ്ഞു. സൗദിയുടെ കാര്യം, സൗദിയിൽ പോയി നല്ല അനുഭവങ്ങളായിരുന്നു. പക്ഷെ അതേസമയം ഒരു കാട്ടറബി എന്നെ കൊല്ലാൻ വേണ്ടി വന്നതുപോലെ അതുപോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മനസ്സിലായില്ല. അപ്പം ഞാനൊരു രാജ്യത്തെ ഒരിക്കലും ഫേവർ ചെയ്ത് പറയുന്നില്ല. പല ആളുകൾക്കും പല രാജ്യത്തിൻ്റെ അടുത്ത് ഭയങ്കര നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കുമ്പോൾ ഞാൻ ആ രാജ്യത്തിനെ കുറിച്ച് എനിക്കുണ്ടായ നല്ല അനുഭവങ്ങൾ പറയുമ്പോൾ ആളുകൾ പറയും ഞാൻ അവരെ വൈറ്റ് വാഷ് ചെയ്യണം, ആ രാജ്യത്തിനെ വൈറ്റ് വാഷ് ചെയ്യണമെന്ന്. നിങ്ങൾ മറ്റുള്ള യൂട്യൂബേഴ്സിൻ്റെ അടുത്ത് പോയി നോക്കും, ഞാൻ എൻ്റെ മതം കൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നു, മനസ്സിലായില്ലേ? അപ്പോൾ അതെനിക്ക് ഭയങ്കര വിഷമമായി. ആൻറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ആൻറ്റിയുടെ വിഷമം, ആൻറ്റി കുറ്റക്കാരിയോ അങ്ങനെയൊന്നുമില്ല, ആൻറ്റി എനിക്ക് വേണ്ടി മാത്രം പറഞ്ഞതാണ്. ബട്ട് അതെനിക്ക് കേട്ടപ്പോൾ വിഷമായി തോന്നി. ആൻറ്റി ഇത് കാണുവാണെങ്കിൽ ആൻറ്റി കുറ്റം പറയുന്നതാണ് ഒന്നും തോന്നരുത്. പക്ഷെ അതെനിക്ക് ഭയങ്കര വിഷമമായി കേട്ടോ. അപ്പോൾ ആൻറ്റി പിന്നീട് പറഞ്ഞായിരുന്നു മോന് സുഖമായിട്ട് പോകണ്ടേ, ഇപ്പോൾ അങ്ങനെയൊന്നും വീഡിയോ ഒന്നും ചെയ്യരുത്, ഈ രാജ്യത്ത് വന്നെങ്കിൽ ഈ രാജ്യത്തിൻ്റെ കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുക, ഇവിടുത്തെ ജീവിതം കാണിച്ചു കൊടുക്കുക, മുസ്ലിങ്ങളും ജൂതന്മാരും എന്ത് നല്ലതുപോലെയാണ് താമസിക്കുന്നത് അത് കാണിച്ചു കൊടുക്കുക എന്നുള്ള രീതിയിലൊക്കെ കുറേ പറഞ്ഞു. എന്നിട്ട് അവർ മടങ്ങി. പിന്നീട് ഞാൻ അച്ഛൻ്റെ അടുത്ത് കുറേ നേരം ഇരുന്ന് സംസാരിച്ചു. അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോകൾ കാണാം. ഇതിൽ ഞാൻ എന്തൊക്കെയോ പറയാനുണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ വിട്ടുപോയി കേട്ടോ. അത് പള്ളിയിൽ നിന്ന് ഇറങ്ങി നടന്നു വന്നപ്പോൾ ഇവിടെ ഒരു സ്ത്രീ നമ്മുടെ ഒലിവ് ആക്കുവാണ് കേട്ടോ. അതാ ഇങ്ങനെ അതാണ്ട് ഒലിവ് എല്ലാം തറയിലിട്ടിട്ട് അത് പറക്കി എടുത്തുകൊണ്ട് പോവാണ്. അതാണ്ട് ഒരു ബക്കറ്റിൽ കണ്ടില്ലേ, ഒലിവാണ് കേട്ടോ ഈ കാണുന്നതെല്ലാം. പുള്ളിക്കാരി അറബിക്കാരിയാണ് കേട്ടോ, അതായത് ഇവിടുത്തെ പലസ്തീനിക്കാരിയാണ്. ഓക്കെ, മാസലാമ. അവരൊരു അറബ് സ്ത്രീയാണ് കേട്ടോ. സാധാരണ ഇവിടെ അറബ്സ് എന്ന് പറയുമ്പോൾ ക്രിസ്ത്യൻ അറബ്സും ഉണ്ട്, മുസ്ലിം അറബ്സും ഉണ്ട്. അവരും ജൂതരും ഭയങ്കര മിക്സഡ് ആയിട്ടാണ്. അതെ, അപ്പോൾ ഞാനിപ്പോൾ താഴോട്ട് ബസ് സ്റ്റോപ്പിലോട്ട് പോയിട്ട് ബസ് കയറി ബീച്ചിലോട്ട് പോവാണ്. കേട്ടോ, ഞാൻ പറഞ്ഞതിൽ ഒരു തെറ്റുണ്ട്. അതായത് അറബ്സ് എന്ന് പറയുമ്പോൾ 3 അറബ്സ് ഉണ്ട്. അതായത് മുസ്ലിം അറബ്സ്, ക്രിസ്ത്യൻ അറബ്സ്, ജൂയിഷ് അറബ്സ് വളരെ കുറവാണ്. അതായത് യമനിന്നൊക്കെ പണ്ട് വന്ന, യമനിന്ന് ഇറാഖിൽ നിന്ന് വന്ന ജ്യൂസ്, അങ്ങനെ മിഡിൽ ഈസ്റ്റിൽ നിന്ന് തന്നെ വന്ന് പാലായനം ചെയ്തപ്പെട്ട ജ്യൂസ് ഉണ്ട്. പിന്നെ മാത്രമല്ല പണ്ട് മുതലേ ഉണ്ടായിരുന്ന കുറേ ജ്യൂസ് ഉണ്ട്. അപ്പോൾ അവരൊക്കെയാണ് അറബ് ജ്യൂസ് എന്ന് പറയുന്നത്. പിന്നെ ക്രിസ്ത്യൻസ് പണ്ട് മുതലേ ഇവിടെ ഉണ്ടായിരുന്നവർ, മുസ്ലിംസ് പണ്ട് മുതലേ ഈ നാട്ടിലുണ്ടായിരുന്നവർ, അവർ രണ്ടുപേരും അറബാണ്. പക്ഷേ അറബ് ക്രിസ്ത്യനും അറബ് ജ്യൂസും മൈനോറിറ്റീസാണ് കേട്ടോ. കാരണം മുസ്ലിം അറബ്സാണ് കൂടുതലുള്ളത്. ആൻഡ് പുള്ളിക്കാരി അതിൽ പെട്ടതാണ് കേട്ടോ. കാരണം പുള്ളിക്കാരിയുടെ പഴയ ആളുകളെല്ലാം യമനിൽ നിന്ന് വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരി ആ ഒരു ഇതിൽ പെട്ടതാണ്. നമ്മുടെ ബസ് ഇവിടെ വന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഇനി ബീച്ചിലോട്ട് പോകാൻ വേണ്ടിയുള്ള പ്ലാനാണ് കേട്ടോ. ഇവിടെ ഹൈഫയിലുള്ള ബീച്ച് ഏരിയയിലോട്ട് വന്നിട്ടുണ്ട്. മനോഹരമാണ് കേട്ടോ. നമ്മൾ സൺസെറ്റ് ഓൾമോസ്റ്റ് കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ എത്തിയപ്പോൾ തന്നെ ഇവിടെ കുറേ ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെയാണ് കേട്ടോ. ഇതിൽ എന്താ പറയുന്നത്, ഷാക്കല്ലേ. പിന്നെ നമുക്ക് നടപ്പാതയും കുറച്ച് റെസ്റ്റോറൻറ്റുകളും സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടെ. ഞാൻ ഇവിടുത്തെ വേറെ 2 പേരുടെ കൂടെ അവർ CS വഴി പരിചയപ്പെട്ടതാണ് കേട്ടോ. അപ്പോൾ അവരുടെ കൂടെ സ്റ്റേ ചെയ്യാനൊക്കെ ഞാനിന്ന് എനിക്ക് ഓഫർ ചെയ്തായിരുന്നു. അവരുടെ റൂം ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഇടയിൽ ഒരു സോഫ കൊണ്ടുവന്ന് ഒഴിപ്പിച്ച് നമ്മൾ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത് കൊണ്ടിട്ട് കേട്ടോ, ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടി സോഫയിൽ. പണിയെടുത്ത് വന്ന നമുക്ക് ഇവിടെ പിസ്സ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. Hey, how was the work? It's very good. It's very good. Fun. How was the work, bro? Very good. We now drink some cola, not zero. കൊക്കക്കോളയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. കൊക്കക്കോളയും നമ്മുടെ പിസ്സയും ആണ് കേട്ടോ. ഇവരുടെ കൂടെ ഇന്നപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം കാണിച്ചത്. ഇവിടെ വേറെ സൂപ്പർ മാർക്കറ്റ് ഉള്ളതുകൊണ്ട് റിലീജിയസ് സൂപ്പർ മാർക്കറ്റ് ഉണ്ട് കേട്ടോ. റിലീജിയസ് സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പോകാം, പക്ഷേ റിലീജിയസ് ആൾക്കാരാണ് കൂടുതൽ പോകുന്നത്. റിലീജിയസ് കമ്മ്യൂണിറ്റി അവിടെ കുറച്ച് ചീപ്പാണ് കേട്ടോ. അതായത് ഓർത്തഡോക്സ് പീപ്പിൾ, റൈറ്റ്? Yeah. So you also go there? We sometimes, rarely it's like distant. But mostly religious people go. Yeah, you see families there. They are like dressed. Okay, because it's more cheaper. Yeah, they buy stuff they want. They have special halal. It's called special Kosher. kosher for them. Yeah. അവരുടെ കൊഷറായിട്ടുള്ള ഹലാലായിട്ടുള്ള They buy
they buy simple things there, like more of the simple stuff in large amount. അങ്ങനത്തെ ഒരു സംഭവമാണ്. നമ്മളിത് ഇനി പിസ്സ കഴിക്കട്ടെ. കാണുന്നതാണ് കേട്ടോ ഇന്നലെ ബോംബിട്ട് തകർന്ന നമ്മുടെ ഇവിടുത്തെ ഒരു കെട്ടിടം. കാണുന്നതാണ് കേട്ടോ ഇന്നലെ തകർന്ന സിനഗോഗ്. ഇതാണ്ട് ഇവിടെ ഫുള്ള് കാറ് മുഴുവനായിട്ട് ഇങ്ങനെ കിടക്കുവാണ് കേട്ടോ. എൻ്റെ അമ്മോ, ഇതാണ് കേട്ടോ സംഭവം. ഇവിടെ ഈ ഭാഗം മുഴുവനായിട്ട് തകർന്നു കിടക്കുവാണ്. ഇന്നലെ രാത്രിയൊന്നും നമ്മളെ ഈ ഒരു ഭാഗത്തെ അവർ കടത്തി വിടുന്നില്ലായിരുന്നു. അടുത്തുള്ള കാറ് ഇതാ എല്ലാം പോയി കേട്ടോ. ബിൽഡിങ് മുഴുവനായിട്ട് പൊട്ടി കിടക്കുക ഫുള്ള്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണുള്ളത്. ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു. കൂടുതലും നമ്മുടെ അഹമ്മദിയ മോസ്കിനെ കുറിച്ചായിരുന്നു. പിന്നെ അത് വേണ്ടവർക്ക് അത് ഉപകാരമാവുമെന്ന് വെച്ച് ഞാൻ അത് ഫുള്ളായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്നാലും ഇന്നത്തെ വീഡിയോ എടുത്ത് സാധിക്കുന്നു. അടുത്ത വീഡിയോ മറ്റാ എല്ലാവർക്കും ബൈ.